Good morning. Good morning, sir. Good morning. Yes, good morning. എന്താ വിശേഷങ്ങള്? ശിവസാർ ഇപ്പൊ ജോയിൻ ചെയ്യും അല്ലേ? ചെയ്യുന്നുണ്ട്. Okay, leaders. Good morning, sir. Good morning. പറയൂ, ഇന്നത്തെ നമുക്ക് സാറ് ജോയിൻ ചെയ്യട്ടെ, അതുവരെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാം. ശിവസാർ നമ്മൾ റെഡിയാണ് കേട്ടോ. സാറ് ഓക്കെ ആണെങ്കിൽ ഓപ്പൺ ചെയ്യും. സോ എന്താ വിശേഷങ്ങള്, നിങ്ങളുടെ കാര്യങ്ങൾ? ഹരിദാസ് ചേട്ടാ, എന്ത് മാറ്റങ്ങൾ 5 ദിവസം കഴിഞ്ഞപ്പോ? എനിക്കൊന്ന് ഹരിദാസ് ചേട്ടൻ 2-3 ക്ലാസ് ആയിട്ടില്ലേ? 3-4 ക്ലാസ് അല്ലേ? 3 ക്ലാസ്. എന്ത് മാറ്റങ്ങൾ? അതില് ഇന്നലത്തെ ചർച്ച വളരെ നല്ലൊരു മൂഡുണ്ടാക്കി ഇന്നലത്തെ. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് ഒരു ബിസിനസ്സുകാരന് വളരെ അത്യാവശ്യമായിട്ട് ഉണ്ടാവേണ്ട കാര്യം. ഇത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെ. പക്ഷെ ഇന്നലെ അത് ചർച്ച ചെയ്തപ്പോ ഉണ്ട്, അത് തന്നെ ഒരു പ്രത്യേക മൂഡാണ് എനിക്കുണ്ടായത്. കാരണം നമ്മൾ ചെയ്തിരുന്നതൊക്കെ ഈ അർജന്റ് ഇമ്പോർട്ടന്റും എന്താണ് എന്ന് വ്യക്തമാവാത്ത രീതിയിലാണ് നമുക്ക് ആ ഒരു തിരിച്ചറിവ്. അതാണ് ഇന്നലെ ഉണ്ടായത്. ശരിക്കും നമ്മള് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏതാണ് ഇമ്പോർട്ടന്റ്, ഏതാണ് അർജന്റ്, അത് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് ചെയ്യാൻ പറ്റും, മറ്റേതായിരുന്നു പ്രധാനപ്പെട്ട എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും. അത് ഇന്നലെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് തന്നെ പറയും. ബിസിനസ്സുകാരന്റെ മർമ്മം, പോയിന്റുകൾ, പ്രശ്നങ്ങൾ എവിടെയാന്നുള്ളത് എന്നെ സംബന്ധിച്ചോളൂ എന്തറിയോ, നമുക്ക് ഇന്നലെ ഒരാളെ എന്നോട് വിളിച്ചു പറഞ്ഞു, ആരോ ലൈക്ക് താങ്കൾ കൊടുക്കുന്നത് അവരുടെ, അതായത് കസ്റ്റമറുടെ അല്ലെങ്കിൽ എന്താ പറയാ, ഇതിലിരിക്കുന്നവരുടെ എക്സാമ്പിൾസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കത്തുന്നതിന്, മീൻസ് പെട്ടെന്ന് ഗ്ലിംസസ് വരുന്നത് വളരെ ഇതാണെന്ന് പറഞ്ഞു. അപ്പോ എന്നെ സംബന്ധിച്ചോളം എന്താ അറിയോ, നമ്മൾ പല ബിസിനസ്സുകാരെയും കാണുന്നതാ ഡെയിലി ലൈഫിൽ. പല ആളുകളും അവരുടെ പ്രശ്നങ്ങൾ ആസ് എ ഡോക്ടർ എന്നുള്ള രീതിയിൽ, ഒരു ഡോക്ടറെ കാണുന്ന രീതിയിൽ എന്നോട് സംസാരിക്കാറുള്ളതാണ്. അപ്പൊ അവരുടെ പ്രശ്നങ്ങളും പ്രോബ്ലംസും ഇഷ്യൂസും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, അല്ലെങ്കിൽ ലൈക്ക് എന്താ കാര്യങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായിട്ട് ഇതാണ്, ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് അർജന്റ് തിങ്കിന്റെ പിന്നാലെ പോകുന്നതാണ് പലപ്പോഴും ഒരു സിഇഒ സംബന്ധിച്ചോളം. അർജന്റ് തിങ്കിന്റെ പിന്നാലെ പോകുന്നതാണ് പലപ്പോഴും പാളിച്ചകൾ പറ്റുന്നത്. ഇമ്പോർട്ടന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ഇനി നമുക്ക് നാളെ അതിനെപ്പറ്റി കണ്ടിന്യൂ ഡിസ്കസ് ചെയ്യാം. ശിവസാർ വന്നിട്ടുണ്ട്. ശിവസാർ നമസ്കാരം. ഹായ്, ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ശിവൻ നെന്മനിക്കര, ഞാൻ ശിവസാർ എന്ന് വിളിക്കും. ശിവ NLP മാസ്റ്റർ ട്രെയിനർ, അതാണ് ശരിക്കും അദ്ദേഹത്തിന് ടാഗ് ചെയ്തിരിക്കുന്ന നെയിം. എനിക്ക് തോന്നുന്നു 1.5 വർഷത്തോളമായിട്ട് എനിക്ക് ഓൾമോസ്റ്റ് 1-2 വർഷത്തിനോടടുത്തായിട്ട് ശിവസാർ എനിക്കറിയാം. അദ്ദേഹം ഒരുപാട് NLP ബന്ധപ്പെട്ട് കിടക്കുന്ന കുറെ ട്രെയിനിങ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതാണ്, തൃശ്ശൂർ ബേസ് ചെയ്തിട്ട്. നമ്മൾ പെട്ടെന്ന് പറയാം പാലിയേക്കാരടുത്ത്. സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു ശിവസാറെ? ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷൻ. ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ഒരു കമ്പനി NLP ബേസ് ചെയ്തിട്ട് സൈക്കോളജിക്കൽ ട്രെയിനിങ്സുകളും അതുപോലെ കൗൺസിലിങ്സ് ഒക്കെ ചെയ്യുന്ന ആളാണ് ശിവസാറ്. എനിക്ക് തോന്നി, ഞാൻ ഇപ്പൊ ഹരിദാസ് ഏട്ടൻ പറഞ്ഞ പോലെ കഴിഞ്ഞ 4-5 ദിവസം നമ്മള് സിഇഒന്റെ മൈൻഡ് സെറ്റിനെ കുറിച്ചും സിഇഒയുടെ റോളിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ
ഞാൻ ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ 80% മൈൻഡ് സെറ്റ് എന്നുള്ളത്, നമുക്ക് മൈൻഡിന് പവർ വേണമല്ലോ അല്ലെ. മനസ്സിന് ധൈര്യം വേണമെന്നൊക്കെ പഴയ പഴമക്കാർ പറയുമെങ്കിലും ധൈര്യം മാത്രമല്ല, മനസ്സ് ലൈക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഓരോ പ്രവൃത്തികളും ചെയ്യാൻ പറ്റുള്ളൂ. എക്സിക്യൂഷൻ ആണ് ഒരു മുതലാളിയുടെ, ഒരു ഓണറുടെ, ഒരു സിഇഒയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ ഇന്നർ ചേഞ്ച് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ, അല്ലെങ്കിൽ സൈക്കോളജി ഓഫ് ഇന്നർ ചേഞ്ച്, ഉള്ളിൽ നിന്ന് നമുക്ക് എങ്ങനെ മാറാൻ സാധിക്കും എന്നതിനെ കുറിച്ചിട്ട് ശിവസാർ ഇന്ന് സംസാരിക്കും. ഒരുപാട് ലൈക്ക് ഇൻസൈറ്റ്സ് എല്ലാവർക്കും കിട്ടുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം, സാറോട് ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ചോദിക്കണം, മിണ്ടാതിരിക്കരുത്. എന്തൊക്കെ ചോദ്യങ്ങളാണെങ്കിലും ചോദിക്കണം. സാറെ നമുക്കിന്ന് ഒരു മണിക്കൂറേ കിട്ടുള്ളൂ. അടുത്ത മണിക്കൂറിൽ സാർക്ക് പേയ്മെന്റ് ചെയ്യണമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ മറ്റേതിൽ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു മണിക്കൂർ മാത്രമേ സാറ് ഫ്രീ ഉള്ളൂ. അപ്പൊ അതിനുള്ളിലെല്ലാം ചോദിച്ചേക്കണം കേട്ടോ. ഓക്കെ ശിവ സാർ, ഗുഡ് മോർണിംഗ് ശിവ സാർ. സോ നമ്മള് 21 ദിവസത്തേക്ക് വേണ്ടിയിട്ട്, അടുത്തൊരു 21 ദിവസം ഒരു ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പേര് കൂടി തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണിത്. ആക്റ്റീവ് ആയിട്ടുള്ള ഒരു 10-40 പേര് ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു 120 പേരോളം ഇപ്പോൾ ഉണ്ട്. സോ താങ്കൾക്ക് അവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് എങ്ങനെ ബിസിനസ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. പലപ്പോഴും മനസ്സ് പതറുന്നുണ്ട്. താങ്കൾക്ക് എന്ത് തരാമെന്നുള്ളത് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. യു ആർ ഓൺ സ്റ്റേജ് നൗ. ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അവസാനം താങ്കളുടെ സൗണ്ട് കിട്ടിയിരുന്നില്ല. എന്താ ലാസ്റ്റ് പറഞ്ഞ എന്താണെന്നുള്ളത് ഊഹിച്ചെടുത്ത് സംസാരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിനുള്ള ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവം ഈ സംവാദത്തിലേക്ക്, ഈ ഗുഡ് ഡേഡിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോ എല്ലാ ആളുകളും, ലോകത്തുള്ള എല്ലാ ആളുകളും ശാരീരികമായിട്ടും മാനസികമായിട്ടും അവരുടെ അസിസ്റ്റം എന്ന നിലയ്ക്ക് ഉള്ളവരാണ്. എല്ലാവർക്കും ഈ സിസ്റ്റം ഉണ്ട്. അപ്പൊ നമ്മളിപ്പോൾ ഒരു ഡിവൈസിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലത്തെ ഒരു ഡിവൈസ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഓരോരുത്തരും ഓരോ ഡിവൈസാണ്. അതും ലേറ്റസ്റ്റ് വെർഷൻ ഡിവൈസ് ആണ്. അതിൽ നല്ല സോഫ്റ്റ്വെയർ ഉണ്ട്, അതിൽ നല്ല ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്, മെമ്മറി ഉണ്ട്, റാം ഉണ്ട്, ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഈ പ്രോഗ്രാംസിൽ ചില പ്രോഗ്രാംസ് നമ്മൾ ഉപയോഗിക്കാറില്ല. ചില പ്രോഗ്രാംസ് ഉപയോഗിക്കുന്ന ആളുകളാണ്, അവർക്കാണ് വാല്യൂ. ഈ മോഡേൺ ഏജിൽ ഇന്ന് AI അതുപോലുള്ള ടൂൾസും ഉപയോഗിക്കുന്ന അങ്ങനെയുള്ളവർക്ക് കുറെ കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ട്. പഴയ റേഡിയോ ഇതൊന്ന് യാത്ര ചെയ്യുമ്പോൾ നേരം പോക്കി കേൾക്കാനുള്ളതായിട്ട് മാറി. മുൻപ് എല്ലാ ഇൻഫോർമേഷൻ കിട്ടിയിരുന്നത് റേഡിയോയിലൂടെയാണ്. ഇന്ന് എല്ലാ ആളുകളൊക്കെ പുതിയ കാലത്ത് ഡിവൈസ് ഉപയോഗിക്കാൻ ഭയമുള്ളവരാണ്. ഭയം, അത് കേടുവരുമോ എന്നുള്ള ഭയം, നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, എനിക്ക് കഴിയില്ല എന്നുള്ള ഭയം, ഫോബിയാസ് ആണ്. ആളുകളെ കാണുമ്പോൾ ഫോബിയ. എനിക്ക് തോന്നുന്നു സാർക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. കേൾക്കാമോ? ക്ലിയർ ആണോ ശബ്ദം? ഇടയ്ക്കൊന്ന് നെറ്റ് കട്ടായി ശിവ സാറ്. വൈഫൈ ചെറിയ പ്രശ്നമുണ്ട് തോന്നുന്നു. കുഴപ്പമില്ല, ശബ്ദം ക്ലിയർ അല്ല കേട്ടോ. ശബ്ദം ഓക്കെയാണ്. എനിക്കൊരു നെറ്റിന്റെ പ്രശ്നമാണ്. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടാണ്. ഇവിടെ നെറ്റ് ഓക്കെ ആണല്ലോ. ഹരിത ചേട്ടാ, എന്റെ പ്രശ്നമാണല്ലോ? അല്ല അല്ല അല്ല, എല്ലാവരും ക്ലിയർ? അതെ, ഇപ്പൊ ഓക്കെയാണ് സർ. ഇപ്പൊ ഓക്കെയാണ് സർ. ഓക്കെയാണോ? ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാ ആളുകളും ഒരു സിസ്റ്റമാണ്. ചില ആളുകൾ വളരെ ഹയർ ലെവലിൽ പ്രവർത്തിക്കുന്നു. ഈ ലെവലിലാണ് വളരെ കുറച്ച് പേർ മാത്രം ഈ ലെവലിലാണ്. അവരാണ് അച്ചീവേഴ്സ്, അവരാണ് സെലിബ്രിറ്റീസ്, അവരാണ് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്നവർ, മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്നവർ. വളരെ കുറച്ച് പേർ. ഭൂരിഭാഗം പേരും ഈ ലെവലാണ്. ലോകത്തുള്ള അനേകം പേർ ഈ ലെവലാണ്. നമുക്ക് ഈ ലെവലിലെടുക്കാം.
നമ്മളിപ്പോൾ ഈ ലെവലിലാണ് സങ്കല്പിക്കാം. ഓക്കെ, ഇത് പഠനത്തിന് വേണ്ടിയാണ് കേട്ടോ, ഒരു മെറ്റഫറായിട്ട് എടുത്താൽ മതി, റിയാലിറ്റി അല്ല. ഈ ലെവലിലാണ്. വേറെ ചില ആൾ, കുറച്ച് പേർ മാത്രം ഈ ലെവലിലാണ്. ഇപ്പൊ ഈ ലെവലിലും ഈ ലെവലിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന ഈ ലെവലിലാണ്. ചിലർ ഇത് ആഗ്രഹിക്കുന്ന പോലില്ല ഈ ലെവലിൽ എത്താനായിട്ട്. അതിന് കഴിയില്ല എന്നാണ്. അത് ചിലർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് എന്നാണ്. അത് ചൈൽഡ്ഹുഡിലുണ്ടായ എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് ഓരോന്നും വിശ്വാസമായിട്ട് എടുക്കുന്നു. അത് ആ വിശ്വാസത്തിൽ നിന്നാണ് എനിക്കെന്ത് ചെയ്യാൻ കഴിയും, കഴിയില്ല എന്നുള്ള പ്രവർത്തനത്തിലേക്ക്, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ വ്യക്തി മാറുന്നത്. അതൊക്കെ എല്ലാവരുടെയും സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്, റിയാലിറ്റി അല്ല. ഈ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എടുത്ത് അവർ ഓരോരുത്തരും തീരുമാനിക്കുന്നു, ഞാൻ ഈ പൊസിഷനിലാണ്. ഞാൻ നേരത്തെ അവതരിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞു, നമ്മൾ ഈ ലെവലിലാണ്. കുറച്ചു പേർ ഈ ലെവലിലാണ്, അനേകം പേർ ഈ ലെവലിലാണ്. തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെയാണ് മോഡേൺ സൈക്കോളജിയുടെ പ്രാധാന്യം. നമുക്കറിയാം, നമ്മൾ സൈക്കോളജി പലരും അതിന്റെ പല ക്വാളിഫിക്കേഷൻ എടുക്കുന്നു, അത് പഠിക്കുന്നു, അത് പ്രയോഗിക്കുന്നു. പക്ഷെ റിസൾട്ട് കിട്ടാൻ വൈകുന്നു. എന്തുകൊണ്ട്? സൈക്കോളജിസ്റ്റുകൾ വിജയിക്കുന്നില്ല. അതേസമയം ഈ സൈക്കോളജി എടുത്ത് ഉപയോഗിക്കുന്ന പെർഫോമേഴ്സ് അവർ വിജയിക്കുന്നു. എത്ര സൈക്കോളജിക്കൽ സെലിബ്രിറ്റീസ് ആണ്, ബില്യണേഴ്സ് ആണ്? തീരെ ഇല്ല എന്ന് പറയാം. അവർ ചിലർ തെറാപ്പി ചെയ്ത്, അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്ത്, ട്രെയിനിങ് ചെയ്ത് വാങ്ങിക്കുന്ന ദിവസങ്ങൾ നൂറുകണക്കിന് രൂപ. ഇവിടെ 10,000 രൂപ വേണം. ഇനി ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കുന്നവരുണ്ട് മണിക്കൂറിന്. ഇത് എന്തുകൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്നു? വാങ്ങിക്കാൻ പറ്റുന്നത് പെർഫോമൻസ് ഓറിയന്റഡ് ആണ്, റിസൾട്ട് ഓറിയന്റഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് അതുപോലത്തെ റിസൾട്ട് വേണോ? ഇങ്ങനെ റിസൾട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന, ഇങ്ങനെ പോരാ എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര്? ജസ്റ്റ് ഒന്ന് അറിയിക്കാനായിട്ട്. ചിലരൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ. ഓക്കെ, ഇങ്ങനെ പോരാ. ഓക്കെ, വെരി ഗുഡ്. ഞാനിവിടെ കാണുന്ന എല്ലാവരും പുതിയ ആളുകളാണ്. ശ്രീജീനെ മാത്രമാണ് എനിക്ക് പരിചയമുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പുതിയ ആളുകളാണ്. ഓക്കെ, സന്തോഷം. അപ്പോ നിങ്ങൾക്ക് എങ്ങനെ ആവണം, ഇതൊരു ഇപ്പോൾ തന്നെ ഉള്ളതൊരു ബിലീഫുമായിട്ട് കണക്റ്റഡ് ആണ്. ആ ബിലീഫിൽ നിന്നാണ് എനിക്ക് എത്ര ആവണം എന്ന് വരെ പറയാൻ ആഗ്രഹിക്കുന്നത്. എത്ര വേണം? ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ അടുത്ത് അളഗപ്പ ടെക്സ്റ്റൈൽസ് ഉണ്ട്, നാഷണൽ ടെക്സ്റ്റൈൽസ്. അവിടേക്ക് ഇങ്ങനെ നടന്നു പോവാണ് സ്കൂളിലേക്ക്. അപ്പൊ ഒരു 10 രൂപയുടെയും 5 രൂപയുടെയും നോട്ട് കിടക്കുന്നു റോഡ് സൈഡിൽ. അപ്പൊ അവിടുത്തെ ജോലിക്കാര്, അവർക്ക് ശമ്പളം കിടന്നു. അന്നത്തെ ശമ്പളമൊക്കെ 15 രൂപയൊക്കെ ആവും. അവർക്കാണ് ഏറ്റവും വലിയ ശമ്പളം. ഇത് കണ്ടപ്പോൾ എനിക്ക് എടുക്കാൻ പേടി. അപ്പൊ എന്നേക്കാളും കുറച്ച് മുൻപിൽ നടന്നു പോയിരുന്ന കൂട്ടുകാരനെ ഓടിച്ചെന്ന് വിളിച്ചിട്ടുണ്ടാ, അവിടെ പൈസ കിടക്കുന്നു. അവൻ കേൾക്കേണ്ട താമസം തിരിഞ്ഞു ഓടി വന്ന് ഞങ്ങൾ ആ സ്ഥലത്തെത്തി. അവൻ ആ പൈസ എടുത്ത് പോക്കറ്റിലിട്ടു. എനിക്ക് 10 രൂപയും 5 രൂപയും ഒന്ന് കൈകാര്യം ചെയ്യാൻ ധൈര്യമില്ല. ഞാൻ പേടിച്ചിട്ടാണ് അവനോട് പറഞ്ഞത്. അവൻ അത് കൂളായിട്ട് പോക്കറ്റിൽ എടുത്തിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോ എൻ്റെ ഉള്ളില് കുറച്ചുകൂടെ ധൈര്യം വന്നു. ഞാൻ പറഞ്ഞുടാ, എനിക്ക് 5 രൂപ വേണം കേട്ടോ തിരിച്ച്. അവൻ ആ എന്ന് പറഞ്ഞ് കൂളായിട്ടാണ് നടന്നത്. പിന്നീട് എനിക്ക് ചോദിക്കാനുള്ള ധൈര്യം പോലും വന്നില്ല. ആരുടെ പൈസ ആവാം, അന്ന് കാലത്ത് ഇന്നത്തെ പോലെ തിരിച്ചു കൊടുക്കുക എന്നതല്ല, കിട്ടിയാൽ അവന്റെയാണ്. ഇന്നും ചിലരൊക്കെ അങ്ങനെ തന്നെ. അപ്പൊ ഇതെടുക്കാനുള്ള ധൈര്യം വേണ്ടേ? ഈ ധൈര്യം ഇല്ല. ആ 15 രൂപ കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ള ആളാണെങ്കിൽ അത് ആരോടും പറയില്ലേ, കൂളായിട്ട് എടുത്ത് പോക്കറ്റിൽ വയ്ക്കും. അവന് എങ്ങനെ ധൈര്യം വന്നു? അതിന്റെ കാരണമുണ്ട്. അവന്റെ വീട്ടില് അവന്റെ അച്ഛൻ ചീട്ട് കളിക്കുന്ന ആളാണ്. അവരുടെ വീടിന്റെ മുറ്റത്ത് തന്നെ പൈസ വെച്ച്, പണം വെച്ച് ചീട്ട് കളിക്കുന്ന കാലമാണ്. ഈ ചാരായൊക്കെ വീട്ടിൽ വാറ്റുന്ന കാലമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള സ്ഥലത്ത് അവന് പൈസ അത്ര വലിയ പേടിക്കുന്ന ഒരു കാര്യമല്ല. എനിക്ക് നേരെ മറിച്ചാണ്. അപ്പൊ ഇങ്ങനെ പേടിയുള്ള ഒരാളും അല്ലാത്തൊരാളും തമ്മിൽ വ്യത്യാസം ഊഹിച്ചാൽ മതി. ഇന്നായാലും ഒരു വലിയ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യാനുള്ള മാനസികമായ കഴിവ് എങ്ങനെ? പറഞ്ഞു വരുന്നത്, ഇന്ന് നമ്മൾ മുതിർന്ന് വലുതായി. ഇന്ന് നമ്മുടെ സിസ്റ്റം മാത്രമല്ല, ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടി. ഇന്ന് ലോകത്ത് ഒരുപാട് ആളുകളെ നേരിട്ട് കാണുന്നു.
മീഡിയയിലൂടെ കാണുന്നു, നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്നു, അവരെന്താണ് നമുക്ക് അറിയാൻ പറ്റുന്നു. നമ്മൾ അവരെ വിശ്വസിക്കുന്നു, ചിലരെ മാത്രം നമ്മൾ അവിശ്വസിക്കുന്നു. ഇതും ഒരു പ്രോഗ്രാമിംഗ് ആണ്. ഈ പ്രോഗ്രാമിംഗ് അനുസരിച്ചാണ് ഔട്ട്കം ഉണ്ടാവുക. പ്രോഗ്രാം അനുസരിച്ചാണ് ഔട്ട്കം ഉണ്ടാവുക. ഇപ്പൊ ഞാനിതിന് സൂം കണക്ട് ചെയ്യണമെങ്കിൽ ആ സൂമിന്റെ ആപ്ലിക്കേഷൻസ് എന്റെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണമല്ലോ. അതേപോലെ ചില വിശ്വാസങ്ങൾ, ചില ശീലങ്ങൾ, ചില മനോഭാവങ്ങൾ, അത് വളരെ പ്രധാനമാണ്. അതാണ് നമുക്ക് എല്ലാം തരുന്നത്, എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വാസം തരുന്നത്. നമുക്കൊരു കാര്യം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നു. വിശ്വാസം വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ എളുപ്പമാണ്. മറിച്ചാണെങ്കിലോ, ഇത് എന്നെ കൊണ്ട് കഴിയുമോ, ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഇത് ചില സെലിബ്രിറ്റീസിന് മാത്രം പറ്റുന്നതാണ്, ചില പെർഫോമേഴ്സിനെ കഴിയൂ, ചിലർ ബുദ്ധി കൂടിയവരാണ്, ജീനിയസുകളാണ്, ഐക്യു കൂടുതലുള്ളവരാണ്, അങ്ങനെ ആണ് വിശ്വസിക്കുന്നതെങ്കിൽ, അങ്ങനെ മറ്റുള്ളവർ ഐക്യു കൂടിയവരാണ്, ജീനിയസ് ആണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്ക് ചില വിശ്വാസങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല. ഇവിടെയാണ് പ്രാധാന്യം ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ കുറിച്ചും ലോകത്തെ കുറിച്ചും സിസ്റ്റത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എങ്ങനെ? ആ മനസ്സിലാക്കലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കും. ഇങ്ങനെ ഉണ്ടാക്കിയ ഐഡന്റിറ്റിയെ ഉള്ളൂ, ഉണ്ടാക്കിയെടുത്ത ഐഡന്റിറ്റിയാണ്. മറ്റുള്ളവർ എന്ത് ചെയ്തു എന്നതല്ല, ഈ ചെയ്ത കാര്യത്തിനനുസരിച്ച് എങ്ങനെ നമ്മളുടെ ഇന്റേണൽ റിപ്രസെന്റേഷൻ ഉണ്ടാക്കിയെടുത്തു എന്നതാണ്. അപ്പൊ എല്ലാ ആളുകളും സെയിം സിസ്റ്റം ഉള്ളവരാണ്, ചിലർ മാത്രം ഹയർ ലെവലിൽ എത്തി നിൽക്കുന്നു. അപ്പൊ ഈ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണമെന്നതാണ്. സിസ്റ്റത്തിൽ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും. സിസ്റ്റത്തിൽ മാറ്റം വരുത്താൻ പ്രോഗ്രാം ചെയ്യാനേ പറ്റൂ. സിസ്റ്റത്തിൽ മാറ്റം വരുത്താൻ അതിന്റെ സിസ്റ്റത്തിന്റെ ഘടനയിൽ മാറ്റം വരുത്താൻ പറ്റൂല. സിസ്റ്റം എങ്ങനെയാണ്? ഈ സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള പ്രോഗ്രാമിൽ മാറ്റം വരുത്താം. ഈ പ്രോഗ്രാമാണ് വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, ശീലങ്ങൾ, ഇതുപോലെ കുറെ കാര്യങ്ങൾ കൂടി ചേർന്നതാണ്. ഇത് മാറിയാലേ നമുക്ക് പുറത്ത് കാര്യങ്ങൾ മാറ്റാൻ പറ്റുള്ളൂ, പുറത്ത് ചെയ്യാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ ബാധിക്കും, ശരീരത്തിനെ ബാധിക്കും. ഭയപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ഗട്ട് ഫീലിംഗ് ഉണ്ടാവും. നെഞ്ചു പടയ്ക്കും, കൈ വിറയ്ക്കും, വിയർക്കും, മരവിക്കും, തൊണ്ട വരളും, ആകെ കണ്ണൊക്കെ ഇങ്ങനെ ആകെ കല്ല് പോലെയാവും. മുമ്പിൽ കാണുന്നത് പോലും ബ്രെയിൻ എടുക്കാൻ പറ്റൂല, കേൾക്കുന്ന ശബ്ദം മനസ്സിലാവില്ല. സ്വയം ഈ സിസ്റ്റം വർക്ക് ചെയ്യാതാവുന്നതാണ്. അപ്പൊ ഈ സിസ്റ്റത്തിന് ശരിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ചില പ്രോഗ്രാം കൂടിയേ തീരൂ. അങ്ങനെയുള്ള കുറച്ച് പ്രോഗ്രാം എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോഗ്രാം ഉണ്ടെങ്കിൽ പിന്നെ അത് എടുക്കാൻ വർക്ക് ചെയ്യാൻ എളുപ്പമാണ്. സിസ്റ്റം ഉണ്ട് നമുക്ക്. സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ, ന്യൂറോളജി. ബ്രെയിൻ, അതിലുള്ള ന്യൂറോൺസ് ശരീരത്തിൽ എല്ലായിടത്തും ഉണ്ട്, ശരീരത്തിന്റെ എല്ലിലുണ്ട്. 5 സെൻസിലൂടെയാണ് ലോകത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്, എല്ലാവർക്കും അറിയാം. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. 5 സെൻസിലൂടെയാണ് നമ്മൾ അവനവനെ കുറിച്ചും ലോകത്തെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ഇനി എന്താണ്, എങ്ങനെയാണ്, ഭാവി എങ്ങനെ എന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ 5 സെൻസിലൂടെ എടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ വിവരങ്ങൾ ആ വ്യക്തി സബ്ജക്റ്റീവായിട്ടാണ് എടുക്കുന്നത്, റിയാലിറ്റിനെ എടുക്കുന്നില്ല, ഒബ്ജക്റ്റീവായിട്ടല്ല എടുക്കുന്നത്. അപ്പൊ എന്താണ് ഈ സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം? അതാണ് വളരെ പ്രധാനം. അപ്പൊ നമുക്കറിയാം, ചില ആളുകൾക്ക് മാത്രം വളരെ അത്ഭുതകരമായ രീതിയിൽ പഠിക്കാനും പരിശീലിക്കാനും അത് പ്രവർത്തിക്കാനും കഴിയുന്നു. അത് ചിലർക്ക് മാത്രം കഴിയുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ കഴിയാനുള്ള കാരണം എന്താണ്? ഈ സബ്ജക്റ്റീവായിട്ട് എടുക്കുന്നത് തന്നെയാണ്. ചിലര് പറയും ചിലർക്ക് സ്യൂഡോ സയൻസ് ആണ്, വിശ്വാസം ശാസ്ത്രീയമല്ല, വിശ്വാസം സയന്റിഫിക് അല്ല. ഇനി ചില സയൻസുമായിട്ട് ബന്ധപ്പെട്ട ചില ആളുകൾ, സയന്റിസ്റ്റുകളായ ആളുകൾ പോലും ഈ വിശ്വാസികളാണെന്നുള്ളതാണ് കൗതുകമുള്ള കാര്യം.
ഭരണകൂടം നിലനിൽക്കുന്ന വരെ വിശ്വാസത്തെ ആശ്രയിച്ചതാണ്, വെറും വിശ്വാസം മാത്രമാണ്. അപ്പൊ എങ്ങനെ ഈ റിയാലിറ്റിയിൽ വിശ്വാസത്തിന് പ്രാധാന്യം വരുന്നു? എന്റെ കയ്യിൽ എത്ര പണമുണ്ട്, എനിക്ക് വീടുണ്ടോ, എത്രത്തോളം ഉണ്ട്, എന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്റെ പുറത്ത് ആരൊക്കെയുണ്ട്, ലോകത്ത് ആരൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നു, വിശ്വസിക്കുന്നു, എന്റെയാണ് എന്നൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് എന്റെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. കൂടെ ആരും ഇല്ലെങ്കിലും ഈ ലോകം എന്റെയാണെന്നും എനിക്ക് ഈ ലോകം എല്ലാം തരുമെന്നും വിശ്വാസമുള്ള ഒരാളാണെങ്കിലോ ആ ആളല്ലേ സമ്പന്നൻ, ആ ആളല്ലേ എല്ലാം തികഞ്ഞ ആൾ. നമ്മള് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെയാണ് ഉണ്ടാക്കുന്നത്, അവനവന്റെ സിസ്റ്റത്തിലൂടെയാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ് ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ എത്തുമ്പോൾ നിങ്ങൾ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ റൈറ്റ് സൈഡിലാണ് ഈ ബിൽഡിംഗ്, എറണാകുളം ഭാഗത്ത് നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ ബിൽഡിംഗ്, സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പൊ നിങ്ങൾ ആ ദൂരെ നിന്ന് തന്നെ ഇതിന്റെ പരസ്യം കാണാം, ക്യൂരിയോസിറ്റി ട്രെയിനിങ് സൊല്യൂഷൻസ് ഉള്ള വലിയ ബോർഡ് കാണാം. അപ്പൊ ദൂരെ നിന്ന് ഇത് അറിയുന്ന ആൾ അത് കണ്ടുപിടിക്കും, ആ ആളുടെ കണ്ണിൽ എപ്പോഴും ഇത് ഉടക്കും. അല്ലാത്ത ഒരാളോ ഇത് കാണുകയില്ല. ഒരു പക്ഷേ ഇവിടെ നാട്ടിലുള്ള ആൾ പോലും ചിലർ കണ്ടു കാണില്ല, ഇങ്ങനത്തെ വലിയ ബോർഡും ഈ സംവിധാനം അറിയുക പോലുമില്ല. അപ്പൊ എങ്ങനെ ഈ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഉള്ളിൽ ചില അറിവുകളും ചില അനുഭവങ്ങളും ഉണ്ടാവുമ്പോൾ നമ്മൾ ചിലതിൽ അട്രാക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ്. അട്രാക്റ്റഡ് ആവുന്നു, ചിലതിൽ നമ്മൾ ബിലീവബിൾ ആകുന്നു, ചിലത് നമ്മൾ അതനുസരിച്ച് നമ്മുടെ ഇന്റേണൽ റീപ്രസന്റേഷൻ ചെയ്യുന്നു. അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് എടുക്കുന്നു, അത് ശരീരത്തിലേക്ക് എടുക്കുന്നു, പിന്നെ നമ്മൾ അത് ചെയ്യുന്നു. ഞാൻ ചുരുക്കി പറഞ്ഞാല്, അതായത് ചിലർ മാത്രം എന്തുകൊണ്ട് ബെസ്റ്റ് പെർഫോമേഴ്സ് ആവുന്നു. ബെസ്റ്റ് പെർഫോമേഴ്സ് ആവാനുള്ള കാരണം അവരുടെ ഉള്ളിലെ പ്രോഗ്രാമിങ്ങുകൾ ആ പ്രോഗ്രാംസിന്റെ ഫലമായിട്ട് അതിന്റെ ഔട്ട്പുട്ടാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ പല സാധനം ഡിസൈൻ ചെയ്യുന്നുണ്ട്, സിസ്റ്റത്തിൽ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നു. ആ പ്രോഗ്രാം എന്തിനു വേണ്ടി? ഔട്ട്കത്തിന് വേണ്ടി, ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഓരോ മനുഷ്യരും ഗോൾ അച്ചീവ് ചെയ്യാനുള്ള അനിമൽസ് ആണ്. ഓരോ വ്യക്തികളും ലക്ഷ്യം നേടാനുള്ള ഓരോ സിസ്റ്റമായിട്ടാണ് കാണുന്നത്. ലക്ഷ്യം നേടണമെങ്കിൽ എന്താണ് ലക്ഷ്യമെന്ന് അറിയണം. ആ ലക്ഷ്യം തനിക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രയോജനമുള്ളതാണോ എന്നും അറിയണം. അത് തനിക്ക് കഴിയുമോ എന്നുള്ള വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് എനിക്കതെടുത്ത് പ്രയോഗിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ചെയ്യാനുള്ള വിശ്വാസമുണ്ടോ എന്നതാണ് ആ വ്യക്തിയെ അത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതാണ് റിയൽ സ്റ്റോറി പറയുന്നതല്ല മോട്ടിവേഷൻ. നമ്മൾ എന്തിന് ഇത്ര നേരത്തെ രാവിലെ ഉണരണം? ആ ഉണരണമെങ്കിൽ അതിനാവശ്യമായ ഒരു സ്ട്രാറ്റജി ഉള്ള ആളെ എഴുന്നേൽക്കൂ. സ്ട്രാറ്റജി എന്തിനു വേണ്ടി? ഗോൾ ഓറിയന്റഡ് ആയിരിക്കണം. അപ്പൊ എന്താണ് ഗോൾ? അപ്പൊ എനിക്ക് ഇങ്ങനെ പോരാ, എനിക്ക് കുറെ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അത് പ്രയോഗിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അവനവനെ പ്രോഗ്രാം ചെയ്യണം. ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പൊ എന്താണ്, എങ്ങനെയാണ് എനിക്ക് തോന്നുന്നു സാറ് നെറ്റ്വർക്ക് ചെറിയ പ്രശ്നമുണ്ടല്ലേ. ഈ ലോകം എങ്ങനെ ശരിക്കും ഉണ്ടായി, എന്തിനു വേണ്ടി നമ്മൾ ജീവിക്കുന്നു എന്നൊന്നും ഇതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. കൂടുതൽ കുറെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് കാര്യമില്ല. അത് ഗവേഷണത്തിന്റെ ഭാഗമായിട്ട്, പഠനത്തിന്റെ ഭാഗമായിട്ട് അത് ആവശ്യമുള്ളതാണെങ്കിൽ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന ഗോളുള്ള ആളുകൾ അത് പഠിക്കട്ടെ. നമ്മുടെ ലക്ഷ്യം നമുക്ക് ബെസ്റ്റ് പെർഫോമേഴ്സ് ആവണം, അച്ചീവേഴ്സ് ആവണം, അല്ലെ? വെൽത്തി ആവണം, ഹെൽത്തി ആവണം, ഹാപ്പി ആവണം, എൻജോയ് ചെയ്യാൻ കഴിയണം. ഇതിനാവശ്യമായ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ആദ്യം
നടക്കേണ്ടത് ഇന്നർ പ്രോഗ്രാമിംഗ്, നമ്മുടെ മനസ്സിനകത്താണ്. അപ്പൊ ഈ പുറത്തുള്ള വിശാലമായ ലോകത്തെ കുറിച്ച് മുഴുവൻ അറിയണമെന്നില്ല, കൂടുതൽ അറിഞ്ഞതുകൊണ്ട് പ്രയോജനവുമില്ല. കാരണം നമുക്ക് അറിയേണ്ട കാര്യം അറിഞ്ഞിരുന്നില്ലെങ്കിൽ, കുറെ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറിയുമെങ്കിൽ അത് പ്രയോജനം ചെയ്യില്ല. അറിയേണ്ടത് മാത്രം അറിയുക എന്നുള്ളതാണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഈ ലോകത്തെ മനസ്സിലാക്കാനുള്ള 5 സെൻസിലൂടെ നമ്മൾ കണ്ട്, കേട്ട്, മണത്ത്, രുചിച്ച്, ഫീല് ചെയ്ത് മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഒരുപാട് ഇൻഫോർമേഷൻ ഉള്ളതിൽ ആ ഇൻഫോർമേഷൻസിൽ നിന്നും കുറെ കാര്യങ്ങളെ, സമഗ്രമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നമുക്ക് ബ്രെയിനിലേക്ക് എടുക്കാൻ പറ്റില്ല. അത്ര വലിയ ഒരുപാട് കാര്യങ്ങളുള്ളതിൽ അത് മുഴുവൻ നമുക്ക് മനസ്സിലേക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളെ എടുക്കൂ, അത് നമുക്ക് പ്രയോജനം ചെയ്യുന്നതാവണമെന്ന് പറഞ്ഞു. ഇങ്ങനെ കുറച്ച് എടുക്കുന്നത് അത് ചില ബിലീഫിന്റെ, പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുള്ളൂ. അത് സെലക്റ്റീവ് ആണത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് തൻ്റെതായി മാറി. അങ്ങനെ എങ്ങനെയാണോ മനസ്സിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതിനനുസരിച്ചാണ് പിന്നെ പ്രവർത്തിക്കാൻ കഴിയുക. അപ്പൊ കുറെ അറിവ് മാത്രമല്ല, അത് പ്രായോഗികമായ അറിവായിരിക്കണം. നമ്മളിവിടെ സൈക്കോളജിക്കലായിട്ട് പ്രായോഗികമായിട്ട് എങ്ങനെ നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ ബോഡിയിൽ മാറ്റം വരുത്തിയിട്ട് എങ്ങനെ പെർഫോമർ ആവണം. പുറത്തല്ല, അകത്താണ് മാറ്റം വരുത്തേണ്ടത്. അകത്തെങ്ങനെ മാറ്റം വരുത്താം? അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ തീരുമാനിക്കുന്നത് അവനവനാണ്. ഇപ്പൊ ഭക്ഷണം കഴിക്കാം അല്ലെ? ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് വിഭവങ്ങളുള്ള ഒരു ഹോട്ടലിലാണ് അല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് വിഭവങ്ങളുണ്ട്. ഏതാണ് എടുക്കുക? ഇഷ്ടമുള്ളത് എടുക്കും. ചിലർ രുചിയുള്ളതാണ് എടുക്കുക, ചിലർ ഭംഗിയുള്ളതാണ്, ചിലർ മണവും ആകർഷണീയമായിട്ടിരിക്കുന്നത്, ചിലർ ഹെൽത്തി ഫുഡ്സേ ഉപയോഗിക്കൂ. അപ്പൊ നമ്മൾ എങ്ങനെയുള്ളത് എടുക്കുന്നു എന്നതാണ് പ്രധാനം. ഇത് ഹെൽത്തിയാണോ, അവനവന് ഹെൽത്തി ആണോ എന്നാണ്. ബിലീഫ് എന്ന് പറയുന്നതും ഒരു ഹെൽത്ത് ആയിട്ട് ഓറിയന്റഡ് ആണ്. എത്ര കാലം ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ റീപ്രസെന്റേഷൻ ആണ്. ഓരോരുത്തരും സ്വയമായിട്ട് എടുക്കുന്നതാണ്. എനിക്ക് എത്ര കാലം ജീവിക്കണം, ഇതിൽ എത്ര കാലം ജീവിക്കണം എന്നൊന്ന് അതിൽ കമന്റ് ഇടാൻ പറ്റുമോ? നിങ്ങൾ എത്ര വയസ്സ് വരെ ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? എത്ര വയസ്സ് വരെ ജീവിക്കണം? ശരിയാവും. സെഞ്ചുറി ഒക്കെ അടിക്കണം ചിലർക്ക്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറവിട്ടിരിക്കുന്നത് ഞാനാണ് തോന്നുന്നത് വിശ്വാസം. എത്രയാണ്? ഞാൻ 65 ഇട്ടിട്ടുള്ളൂ. എത്ര? 65. നിങ്ങളെ 65ലേക്ക് വിടരുതെന്നാണ് എന്റെ അഭിപ്രായം. ഇന്ന് തന്നെ കൊല്ലണം. ഞാൻ അങ്ങോട്ട് വരികയാണ്. എവിടെയുള്ളത്? ബാംഗ്ലൂരാണ്. നമുക്കത് പേഴ്സണലായിട്ട് സംസാരിക്കണം. മറ്റൊരു മുമ്പിലെ അധിക്ഷേപിക്കാൻ പാടില്ലല്ലോ. അപ്പൊ നിങ്ങളെ കൊല്ലാൻ വേണ്ടി, ഇയാളെ കൊല്ലാൻ വേണ്ടി ഞാൻ വരും സ്റ്റേജില്. ഓക്കെ, തിരിച്ച് എന്നോട് ചോദിക്കാം, എത്ര കാലം ജീവിക്കണം? എത്ര കാലം ജീവിക്കണം? എനിക്ക് എന്റെ നിങ്ങളോട് ചോദിച്ചാൽ മാത്രം പോരല്ലോ. 104 പിങ്കി. ഓക്കെ, വെരി ഗുഡ്. ആരാണ് പിങ്കി? ഒന്ന്
ഓക്കെ അതാണ് പിങ്കി. ഓക്കെ കൺഗ്രാറ്റുലേഷൻസ്. ഐ റെസ്പെക്ട് യു മോർ ആൻഡ് മോർ. ഓക്കെ, അപ്പോ എനിക്ക് 120 വയസ്സിനും ജീവിക്കണം, മിനിമം 120 വയസ്സിലും ജീവിക്കാം. ഡൗട്ട് ഉണ്ടോ? പറ്റുമോന്ന് പറയണം. ആ, എനിക്ക് വിഷമാവുമെന്നൊന്നും ചിന്തിക്കണ്ട. വെട്ടിയിട്ടോ വെട്ടിയിട്ടോ വെട്ടിയിട്ടോ. ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ, മോഡേൺ മെഡിസിന്റെ ഒക്കെ സപ്പോർട്ടോടെ ഇന്ന് 120 അല്ല, അതിനേക്കാൾ കൂടുതൽ കാലം ജീവിക്കാൻ പറ്റും. അത് മാരകമായി തീർന്നതിന് ശേഷമല്ല ചെയ്യാൻ പറ്റുക, മുൻപേ ചെയ്യണം. നമ്മൾ സിസ്റ്റത്തിന് ഏത് പോർഷൻ എവിടേക്ക് തകരാറ് സംഭവിക്കുന്നത് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ ചെയ്തു തുടങ്ങിയാൽ പറ്റും. ഇപ്പോഴും ചിലർക്ക് സംശയം ഉണ്ടാവും അല്ലെ? സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാം. എന്ത് മാരകമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചോളൂ. കാരണം ഇത് നമ്മളെ ഇന്നർ ചേഞ്ച് വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഇന്നർ ചേഞ്ച് വരണമെങ്കിൽ ഇത് കൂടിയേ തീരും. ഓക്കെ, ആരെ ചോദിക്കാം? ആർക്കും എന്തും ഏത് രീതിയിലും ചോദിക്കാം കേട്ടോ. എനിക്ക് വിഷമമാവോ, ഇത് ചോദിക്കുന്നത് തെറ്റാണോ, അങ്ങനെയൊന്നുമില്ല. ആരും ചോദിക്കുന്നില്ല, ചോദിക്കേ. ഹരിദാസേട്ടാ ചോദിക്കരുത്. ക്രൂരമായ രീതിയിൽ ചോദിക്കണം, ഒട്ടും ദയ വേണ്ട. അതായത് സാറ് പറയുന്ന ആധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് 120 അല്ല അതിന് മേലെ പോകുന്നുണ്ട് സാറ് പറയുന്നത്. അതെ, പക്ഷെ അത് ഉള്ളപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ആ രീതിയിലേക്ക് പോകാൻ പറ്റാത്തത്? ഇത് പേഴ്സണൽ ആയിട്ട് എടുക്കണം കേട്ടോ. നമ്മൾ ആളുകൾക്ക് ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ അത് വെറുതെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറും. നമ്മൾ ഇവിടെ ഞാൻ അതാണ് പറഞ്ഞത്, എന്നെ തന്നെ ക്രൂരമായ രീതിയിൽ ചോദിച്ചോളൂ എന്നോട്, ഒട്ടും ദയ വേണ്ട. നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ പറയാൻ പറ്റുന്നു? ഹൗ ഡു യു മാനേജ് genetical issue and accidents? But how do you manage genetical issue and accidents എന്നാണ്. ജനറ്റിക്കൽ ഇഷ്യൂ കൈകാര്യം ചെയ്യാൻ നേരത്തെ കുട്ടി അറിഞ്ഞാൽ പറ്റും. ആക്സിഡൻസ്, ഞാനുള്ളപ്പോൾ മരണമില്ല, മരണമുള്ളപ്പോൾ ഞാനുമില്ല. ആക്സിഡന്റ് അതിൽ പെടില്ല. ആക്സിഡന്റിൽ ഡെത്ത് ആയതിനു ശേഷം പറ്റൂല. നിങ്ങൾക്കറിയാം സ്റ്റീഫൻ ഹോക്കിങ്സിന് 20 വയസ്സുള്ളപ്പോഴാണ് മോട്ടോർ ന്യൂറോൺ രോഗം ബാധിച്ച് അദ്ദേഹം നിശ്ചല ശരീരനായി മാറിയത്. കൈകാലുകൾ അനക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ, ഇങ്ങനെ കണ്ണു പോലും തുറന്നു പിടിക്കാൻ പറ്റാത്ത വണ്ണം, അത്ര വലിയ മാരകമായ പ്രശ്നം ഉണ്ടായപ്പോൾ ആദ്യം കൈവിട്ടത് കാമുകിയാണ്. പിന്നീട് 4 സുഹൃത്തുക്കൾ, നമ്മൾ ചങ്ക് ഫ്രണ്ട്സ്, കട്ട ഫ്രണ്ട്സ് എന്നൊക്കെ പറയും. 4 ഫ്രണ്ട്സ് ആണ് തീരുമാനിക്കുന്നത് ഇവനെ എങ്ങനെ കുറച്ചു കാലം കൂടി ജീവിപ്പിക്കാം. അന്ന് സയന്റിസ്റ്റ് അല്ല, അന്ന് മഹാനല്ല, പക്ഷെ 4 ഫ്രണ്ട്സ് അദ്ദേഹത്തിന് അന്ന് മെഡിക്കൽ സപ്പോർട്ട് എങ്ങനെ കിട്ടും, എന്തൊക്കെ എക്യുപ്മെന്റ്സ്, വീൽ ചെയർ, അന്ന് ഇതുപോലത്തെ വീൽ ചെയർ ഇല്ല. അവരാണ് പല രീതിയിൽ പല യൂണിവേഴ്സിറ്റികളിലും പല സിസ്റ്റത്തിലും പോയിട്ട് അവര് ആ മാനുഫാക്ചേഴ്സിനെ കണ്ട് എങ്ങനെ ഇയാൾക്ക് അനുകൂലമായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഫീഡിങ് ആയിരുന്നു, ടോയ്ലറ്റ് പോകാൻ പറ്റില്ല, ഇങ്ങനെ തന്നെ ജീവിതകാലം മുഴുവൻ കഴിച്ചു കൂട്ടിയ ആളാണ് അദ്ദേഹം. 20 വയസ്സുള്ളപ്പോഴാണ് ഈ രോഗം ബാധിച്ച് നിശ്ചലനായത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ മഹത്തായ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടായത്. ആ മഹത്തായ കണ്ടുപിടുത്തം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിവില്ല, ഒരു സ്പീക്കിംഗ് ഡിവൈസാണ്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പതിച്ചു വെച്ച ഇവിടെ സ്പന്ദനം ഉണ്ടാവുമ്പോൾ അത് പുറത്ത് വോയിസ് ആയിട്ടാണ് മാറുന്നത്. ഇതേപോലെ ശരീരത്തിലേക്ക് ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും കഴിയുന്ന സിസ്റ്റത്തിൽ കൂടിയാണ് എല്ലാം ചെയ്തിരുന്നത്. അങ്ങനെ സിസ്റ്റത്തിലൂടെ ചെയ്തിട്ട് അദ്ദേഹം 20 വയസ്സ് മുതൽ 76 വയസ്സ് വരെ ജീവിച്ചു എന്നുള്ളതാണ്.
50 വർഷം, 56 വർഷം. ഓക്കെ, എനിക്കിപ്പോൾ 60ാമത്തെ വയസ്സിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി 60 വയസ്സ് കൂടെ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് അതിനുള്ള ഉത്തരം. നിങ്ങൾക്ക് എത്ര വേണം? ഇനി ജീവിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? ജീവിതം എന്ന് പറഞ്ഞാൽ കുറെ കാണാൻ പറ്റണം. യുവർ ഇന്റർനെറ്റ് കണക്ഷൻ ഈസ് അൺസ്റ്റേബിൾ. അതൊരു പ്രശ്നമാണ്. പ്രശ്നം ഉണ്ടാവും, പ്രശ്നം പരിഹരിക്കും. അപ്പൊ ലൈഫിൽ പ്രശ്നം ഉണ്ടാവുകയും പ്രശ്നം പരിഹരിക്കുകയും ചെയ്യലാണ്. അപ്പൊ നമുക്ക് മാരകമായ പ്രശ്നം വന്നാൽ അതിനെ സയന്റിഫിക് ആയിട്ട് പരിഹരിക്കണം, അത്ര പെട്ടെന്ന് പരിഹരിക്കണം. അതിനുള്ള സിസ്റ്റമാണ്. ഈ വഴിക്കൊക്കെ നമ്മളുടെ ഒരു 10 മീറ്റർ അപ്പുറത്ത് NH-47 ആണ്. അപ്പൊ NH-ലൂടെ അതിവേഗത്തിൽ വണ്ടികൾ ചീറിപ്പായി. ആംബുലൻസിന്റെ ശബ്ദമാണ് ഏറ്റവും അധികം ഉണ്ടാവുക. അപ്പൊ ആംബുലൻസ് ശബ്ദം വരുമ്പോൾ ഇവിടെ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസ് അവര് പറയും, ചിലര് അയ്യോ 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 ദൈവമേ ദൈവമേ ദൈവമേ, ചിലര് കുരിശ് വരയ്ക്കും, ചിലര് ഇങ്ങനെ കാണിക്കും ആംബുലൻസിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് എന്ത് മീനിങ് ആണ് തരുന്നത്? അപ്പൊ പലരും പറയുന്നത് ഭയം ഉണ്ടാവുന്നു, വിഷമം വരുന്നു, നിരാശ വരുന്നു, ഭാവിയെ കുറിച്ചുള്ള ആശങ്ക വരുന്നു ആ ശബ്ദം കേൾക്കുമ്പോൾ. അപ്പൊ നെഗറ്റീവായിട്ടാണ് അതിനുള്ളിലേക്ക് എടുക്കുന്നത്. അങ്ങനെ പ്രോസസ് ചെയ്താൽ അവർക്ക് ഇതുപോലെ വിഷമിക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ, പുറത്ത് ആംബുലൻസ് പോകുന്നത്. അതിനെ നമ്മൾ റീഫ്രെയിം ചെയ്യണം. ഉള്ളിലേക്ക് എടുക്കുന്നത് നമ്മുടെ സ്വന്തം രീതിയിൽ അർത്ഥം കൊടുത്ത് മീനിങ് കൊടുത്ത് അകത്തേക്ക് എടുത്താൽ അതാണ് നമ്മുടെ മീനിങ്. അപ്പൊ എങ്ങനെ എടുക്കണം? അതിനെ പോസിറ്റീവായിട്ട് എടുക്കണം. ആ ആംബുലൻസുകൾ ഉള്ളത് കൊണ്ട് ഈ ബിൽഡിംഗ് തകർന്നു വീഴുകയാണെങ്കിൽ ഒറ്റ ഡയൽ ചെയ്താൽ മതി, ഇവിടെ ചീറിപ്പാഞ്ഞ് വാഹനങ്ങൾ വരും. ഇത് വെട്ടിപ്പൊളിച്ചെടുത്ത് ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് പ്രാഥമികമായുള്ള ശുശ്രൂഷകൾ നൽകും. എത്ര പെട്ടെന്ന് എവിടേക്ക് സർജറി ചെയ്യാൻ പറ്റും ആ സിസ്റ്റം വരെ അവിടെ സംവിധാനം ചെയ്തിട്ടായിരിക്കും ഈ വാഹനം ചീറിപ്പായുക. ഉദ്ദേശിച്ച സമയത്തേക്കാൾ നേരത്തെ എത്തും, സർജറി ചെയ്യും, നമ്മളെ ജീവിപ്പിക്കും. അത് സിസ്റ്റത്തിന്റെ സഹായത്താലെങ്കിലും ജീവിപ്പിക്കും. അപ്പോൾ അത് നല്ലതാണ്. അപ്പൊ ആംബുലൻസുകളുടെ ശബ്ദം മധുര സംഗീതമാണ്, സ്നേഹ സംഗീതമാണ്, അത് സുരക്ഷയുടെ ശബ്ദമാണ്. അപ്പോ ആംബുലൻസുകൾ നല്ലതാണ്. അപ്പൊ ആംബുലൻസ് പറയുമ്പോൾ നല്ല ശബ്ദം, അതാണ്. ഇത് നമ്മൾ മീനിങ് കൊടുക്കുന്നതാണ്. ഈ മീനിങ് കൊടുക്കുന്നതനുസരിച്ചാണ് നമ്മുടെ ഉള്ളിൽ ഇന്നർ ചേഞ്ച് ഉണ്ടാവുന്നത്. ശബ്ദം ക്ലിയർ അല്ലേ? ആരോ എന്തോ പറഞ്ഞു, ശബ്ദം ക്ലിയർ അല്ലേ? ഹായ്, ഓക്കെ. അപ്പൊ പുറത്ത് നടക്കുന്ന കാര്യം എന്തും ആയിക്കോട്ടെ, പുറത്ത് എന്തും നടന്നോട്ടെ, നമ്മുടെ ഉള്ളിൽ നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നതാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ലോകത്തെ എങ്ങനെ കാണുന്നു, ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം, ഈ ലോകത്ത് ഹാപ്പിനെസ് ആണോ സാഡ്നെസ് ആണോ, നല്ലതാണോ ചീത്തയാണോ എന്ന് സ്വയം തീരുമാനിക്കുന്ന അവിടെന്നാണ്. ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും ഇപ്പൊ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ കാര്യത്തിന് എടുക്കാം. നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി ഉപയോഗിക്കേണ്ടതിനാ, നമ്മളെ ഹെൽത്തി ആക്കി നിർത്താനാണ്. ആ സിസ്റ്റത്തിന് സഹായത്തോടെ ജീവിച്ചാൽ മതി. ഇനി ജീവിതം എന്തിനു വേണ്ടിയുള്ളതാണ്? ജീവിതം കുറെ എക്സ്പീരിയൻസ് മാത്രമാണ്. എന്തൊക്കെ വിജയം നേടിയാലും അതൊക്കെ എക്സ്പീരിയൻസ് ആണ്. അത് മരണത്തിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ നാളുകളിലായാൽ പോലും അത് വളരെ വില കൂടിയതാണ്. കാരണം ഒറ്റ തവണ കിട്ടുന്ന ഒരു ഭാഗ്യമാണല്ലോ ജീവിതം. മരണത്തിന് ശേഷം നമുക്ക് ഒന്നുമില്ല, പിന്നെ അറിയാനില്ല. നമ്മൾ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടാക്കാൻ വേണ്ടിയാണ്, ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് തന്നെ. അത് മീനിങ് ക്രിയേറ്റ് ചെയ്യാണ് നമ്മൾ മീനിങ് ക്രിയേറ്റ് ചെയ്യാണ് എപ്പോഴും. പുറത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മീനിങ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന വസ്തുതകളാണ്. ആ വസ്തുതകളെ, ആ ഒബ്ജക്റ്റീവ് എക്സ്പീരിയൻസിനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ സ്വന്തം ആറ്റിറ്റ്യൂഡ് വേണ്ടില്ലേ, ഒരു കാര്യം നെഗറ്റീവായിട്ട് എടുക്കാം, പോസിറ്റീവ്, അത് ആറ്റിറ്റ്യൂഡാണ്. അതിന് ഗുണപരമായിട്ട് എടുക്കാം, ആറ്റിറ്റ്യൂഡാണ്. അത് തനിക്ക് പ്രയോജനമുള്ളതാണ് എടുക്കാം, അതാണ് ആറ്റിറ്റ്യൂഡ്. അങ്ങനെ എടുക്കുന്ന ആറ്റിറ്റ്യൂഡിലൂടെ ഫിൽട്ടർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയും അതിനെ ഇഷ്ടപ്പെടുന്ന കാര്യമായിട്ട് മാറും. വെറുപ്പുള്ള കാര്യത്തിനെ ഇഷ്ടപ്പെടുന്നു,
ചിലർ പറയും എനിക്ക് അയാളുമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റൂല, ചിലരുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല, എനിക്ക് ആ സ്ഥലത്ത് എനിക്ക് പറ്റൂല, ആ സ്ഥലത്ത് എനിക്ക് ജോലി ചെയ്യാൻ പറ്റൂല, എനിക്ക് ആ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റൂല, എനിക്ക് ചില വ്യക്തികൾ ഇരിക്കുമ്പോൾ പറ്റൂല. മീനിങ് കൊടുക്കുന്നതാണ് ഡിയർ ഫ്രണ്ട്സ്. ജീവിതം നമ്മൾ കോടിക്കണക്കിന് സൂക്ഷ്മ ജീവികളുടെ ഒരു സങ്കേതമാണ് നമ്മുടെ ശരീരം. നമ്മൾ പക്ഷി സങ്കേതം എന്നൊക്കെ പറയുന്നത് പോലെ, തേനീച്ചക്കൂട് പോലെ ഈ ശരീരം അങ്ങനെ കോടിക്കണക്കിന് ജീവികളുടെ ഒരു സങ്കേതമാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല. തന്നെയുമല്ല, നമ്മൾ മറ്റു ജീവികളുമായിട്ട് ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ചില ജീവികളെ നമ്മൾ ഭക്ഷിക്കുന്നു, ശ്വസിക്കുമ്പോൾ ഉള്ളിലേക്ക് കയറുന്നു. നമ്മുടെ ശരീരത്തിലൊക്കെ ജീവികളുണ്ട്, കുറെ ജീവികളെ നശിപ്പിക്കുന്നുണ്ട്, നമ്മൾ കുറെ ജീവികളെ ഭക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഉള്ളിലും കുറെ ജീവികൾ നമ്മളെ ഭക്ഷിച്ച് ജീവിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ മാത്രമല്ല, ത്വക്കിലും പോലും, കണ്ണിലും മൂക്കിലും ഒക്കെ വലിയ ഭീകര ജീവികളാണ്. അതിന്റെ വലിയ സൈസിൽ എടുത്തു കഴിഞ്ഞാൽ സൂക്ഷ്മമായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. കണ്ടാൽ അറിയാം അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്ര വലുപ്പമാണ്. ഭീകര ജീവികളാണ്. ഇതിനൊക്കെ നമ്മൾ ആ അവയർനെസ് ഉണ്ടെങ്കിലോ നമുക്ക് മൂക്കിൽ കൈ തൊടാൻ പറ്റില്ല, ജീവിക്കാൻ തോന്നില്ല. കാരണം നമ്മുടെ ബോഡി ഒരു മാലിന്യ കൂമ്പാരമാണ്. നമ്മൾ ലോകത്ത് പറയുന്നില്ലേ മാലിന്യം. ഈ മാലിന്യത്തിന്റെ ഒരു കൂമ്പാരമാണ് നമ്മുടെ ബോഡി. അത് അറിവുകളുടെ ഒരു കൂമ്പാരമാണ് ഓരോ വ്യക്തിയും, അനുഭവങ്ങളായിട്ടുള്ള അറിവുകൾ. അത് മുഴുവൻ എടുത്തു ഓർക്കാറില്ല. അപ്പൊ നമ്മൾ ഇന്നർ ചേഞ്ച് എന്ന് പറയുന്നത് ഇങ്ങനെ പുറത്തുള്ള വിവരങ്ങളെ ഉള്ളിലേക്കെടുത്ത് ഉള്ളിൽ മാറ്റം വരുത്തലാണ്. ഇപ്പോൾ എങ്ങനെയാണോ നമ്മളുടെ മനോഭാവം, ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം, ഞാൻ നല്ലതാണോ, ഈ ലോകം നല്ലതാണോ, ഇത് എനിക്ക് പറ്റിയതാണോ, എനിക്ക് വിജയിക്കാൻ പറ്റുന്നതാണോ, എനിക്ക് സ്നേഹം കിട്ടുമോ, എനിക്ക് സന്തോഷം ലഭിക്കുമോ? അതോ ചിലരങ്ങനെയാണ്, വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത്. അത് അവരുടെ ആ സംസ്കാരത്തില്, അവരുടെ കൂട്ടായ്മയില്, വീട്ടിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ കിട്ടുന്ന പെരുമാറ്റത്തിലൂടെ, വാക്കുകളിലൂടെ, അനുഭവങ്ങളിലൂടെ അവർ എടുത്തു വച്ചിരിക്കുന്നത് ഈ ലോകം ചീത്തയാണ്, ന്യൂജൻ ചീത്തയാണെന്നാണ്. ന്യൂജൻ നമ്മുടെ സംസ്കാരത്തിനൊക്കെ ചേരുന്നതല്ല എന്നാണ്. ഏത് സംസ്കാരം? നമ്മുടെ സംസ്കാരം തന്നെ വിവിധങ്ങളാണ്. ഓരോ വീടും വേറെ വേറെ സംസ്കാരമാണ്, ഓരോ വ്യക്തിയും വേറെ വേറെയാണ്. നമ്മളത് മനസ്സിലാക്കാറില്ല. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നം ഉണ്ടാവുന്നത്. ഇന്നർ ചേഞ്ചിന് ഒരു കാരണമാണ്. ഈ ഇന്നർ ചേഞ്ച് ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ചിലരുമായിട്ട് ചേർന്ന് പോകാൻ പറ്റില്ല. നമ്മൾ ക്ഷീണിച്ചിരിക്കും, വിഷമിച്ചിരിക്കും, ഭയന്നിരിക്കും, മടി പിടിച്ചിരിക്കും, പലതും ചെയ്യാൻ പറ്റില്ല, പെർഫോം ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. പറ്റണോ? ഈസി കാര്യമാണ്. എങ്ങനെ? ഉള്ളിൽ മാറ്റം ഉണ്ടാക്കുക. അപ്പൊ ഉള്ളിൽ മാറ്റം ഉണ്ടാക്കാൻ നമ്മൾ നമുക്ക് അനുകൂലമായ നമ്മളുടെ ഔട്ട്കത്തിന്, ലക്ഷ്യത്തിന് പ്രാപ്തമായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോ ദ മാൻ ഈസ് എ ഗോൾ അച്ചീവിങ് അനിമൽ എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യൻ ഗോൾ അച്ചീവ് ചെയ്യുന്ന ഒരു ജീവിയായിട്ട് എടുക്കണം. അപ്പൊ ഓരോരുത്തരും അങ്ങനെ ഓരോരോ അവരുടെ പേഴ്സണൽ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യുന്നവരാണ്. അതേസമയം സമൂഹ ജീവിയാണ്. അപ്പൊ സമൂഹത്തിൽ നമുക്ക് ചിലരെ പറ്റൂല. ചില ആളുകളെ കാണുമ്പോൾ തന്നെ എൻ്റെ ധൈര്യം ചോർന്നു പോകും. ചിലരെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും, ചിലരെ കാണുമ്പോൾ എനിക്ക് വിഷമാണ് വരിക, ചിലരെ കാണുമ്പോൾ എനിക്ക് കഴിവ് കുറയും, ചിലരുടെ എനിക്ക് സംസാരിക്കാൻ പറ്റൂല, ചില സ്ഥലം എനിക്ക് പറ്റൂല. അപ്പൊ ഓരോ എൻവയോൺമെന്റ്, വീട് ഒരു എൻവയോൺമെന്റ് ആണ്, ക്യാമറ ഒരു എൻവയോൺമെന്റ് ആണ്, ഈ സോഷ്യൽ മീഡിയ ഒരു എൻവയോൺമെന്റ് ആണ്. ഇവിടെയൊക്കെ നമുക്ക് ആവശ്യമായ രീതിയിൽ, നമ്മുടെ ഗോളിന് ആവശ്യമായ രീതിയിൽ ഔട്ട്കം ഉണ്ടാക്കാൻ വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേഷനിലാണ്. എപ്പോഴും എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ നമ്മൾ കമ്മ്യൂണിക്കേഷനിലാണ്. ഉറങ്ങുമ്പോൾ പോലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. മറ്റുള്ളവർ നമ്മളെ കാണുന്നില്ല, അയാൾ ഉറങ്ങുകയാണ്, അയാൾ ഒളിച്ചിരിക്കുകയാണ്, അയാളുടെ അസാന്നിധ്യം കമ്മ്യൂണിക്കേഷനാണ്.
അയാളോ ഉറങ്ങുന്ന ആൾ പോലും കമ്മ്യൂണിക്കേഷനിലാണ്. അദ്ദേഹത്തിന്റെ മാനസിക ലോകത്ത്, യഥാർത്ഥ ലോകത്തെ ചില ശബ്ദങ്ങളോ അവിടുത്തെ അന്തരീക്ഷമോ ഒക്കെ അദ്ദേഹത്തിനെ ബാധിക്കുന്നത്. അതനുസരിച്ച് സ്വപ്നങ്ങൾ ഉണ്ടാക്കും, ഭാവനകൾ ഉണ്ടാക്കും, മനസ്സിനകത്ത് പല ചിന്തകളും കടന്നു പോവും, പുതിയ ക്രിയേഷൻസ് നടക്കും. ഇത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നർ ചേഞ്ചിന് കാരണമാകുന്ന എല്ലാ കാര്യങ്ങളും പുറത്തുള്ളതാണ്. അതേസമയം നമ്മൾ സ്വയം ഇന്നർ ചേഞ്ച് ഉണ്ടാക്കണമെങ്കിൽ അത് ഉള്ളിലേക്ക് എടുക്കുന്നതിനനുസരിച്ചാണ്. അതിന് കുറെ ഫിൽറ്റേഴ്സ് ഉണ്ട്. ആ ഫിൽറ്റേഴ്സിൽ പ്രധാനപ്പെട്ട കാര്യം ഇതെനിക്ക് ഗുണം ചെയ്യുന്നതാണോ പരിചയമുള്ളതാണോ എന്നാണ്. ലാംഗ്വേജ് ആണ്. ആ ഭാഷ എനിക്ക് അറിയുമോ? ഭാഷ എന്ന് പറഞ്ഞാൽ ആ വസ്തുവിനെ, ആ ഷെയ്പ്പിനെ, ആ വാക്കിനെ അറിയുമോ? മുൻപരിചയമുണ്ടോ? ഉണ്ടെങ്കിലല്ലേ മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ അതെന്താണെന്ന് അറിയില്ല. അപ്പൊ അറിയണമെങ്കിൽ മുൻ പരിചയം ഉണ്ടാവണം. അതിനോട് സാമ്യതയുള്ള കാര്യങ്ങൾ അറിഞ്ഞാലും മതി, നമുക്കത് മനസ്സിലേക്ക് വരും. അതിനെ നമ്മൾ പിന്നെ വീണ്ടും ഫിൽറ്റർ ചെയ്യും. അതെനിക്ക് ഗുണം ചെയ്യുന്നതാണോ, നല്ലതാണോ, ചീത്തയാണോ? ഈ നല്ലത് ചീത്ത എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ഒരു മെറ്റാ പ്രോഗ്രാമിംഗ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ. ഈ കമ്പ്യൂട്ടർ സയൻസിലുള്ള വാക്കുകളാണ് ഇതൊക്കെ. അപ്പോ നമ്മൾ മോഡേൺ സൈക്കോളജിയിലെ പ്രത്യേകത, അതുവരെ ഉണ്ടായിരുന്ന സൈക്കോളജി ജീവിതത്തിനെ വ്യാഖ്യാനിക്കുന്നു. ചില ഇമോഷൻസിനെ, അതിന്റെ മെന്റാലിറ്റിയെ, പ്രത്യേക മാനസികാവസ്ഥയെ കണക്കാക്കിയിട്ട് പേരിട്ട് ചില രോഗങ്ങളാണ്, ചില അവസ്ഥകളാണെന്ന് പ്രഖ്യാപിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ പരിചയപ്പെടുത്തുന്നതാണ് നമ്മുടെ അക്കാദമിക് ആയിട്ടുള്ള പല സൈക്കോളജി. അത് നിലവിലുള്ള സമയത്താണ് കമ്പ്യൂട്ടറൈസേഷൻ വരുന്നത്, 1970s. ഇപ്പൊ കമ്പ്യൂട്ടറൈസേഷൻ വന്നപ്പോ എല്ലാ ശാസ്ത്ര സാങ്കേതിക മേഖലകളുടെയും ഉപയോഗം വളരെ ഫാസ്റ്റായി. കമ്പ്യൂട്ടറൈസേഷൻ കണക്ട് ആയിപ്പോ വേഗത കൂടി. ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ ഇന്ന് എല്ലാം മാറിയിരിക്കുന്നു. അതനുസരിച്ച് സൈക്കോളജിയിൽ മാറിയിട്ടുണ്ടോ? സൈക്കോളജി ഇപ്പോഴും നമ്മൾ അക്കാദമിക് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന പഴയ രീതി, പഴയ കാലത്ത് പറഞ്ഞ കാര്യങ്ങൾ, പുതിയ രീതികൾ എടുക്കുന്നില്ല. ഒരു പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇപ്പോഴും പഴയ കാലത്തെ കാര്യങ്ങൾ പ്രയോഗിച്ചാൽ, കാളവണ്ടിയിൽ പോയാൽ നമുക്ക് വേഗത്തിലെത്താൻ പറ്റുമോ? ഇതേപോലെയാണ് ഈ കാലത്ത് നമ്മൾ മോഡേൺ സൈക്കോളജി എടുത്ത് ഉപയോഗിക്കണം. മോഡേൺ സൈക്കോളജി എന്ന് പറയുന്നത് എങ്ങനെ ഈ പുതിയ സന്ദർഭങ്ങളെ, പുതിയ പ്രശ്നങ്ങളെ, ചുറ്റുപാടുകളെ, വ്യക്തികളെ, സമൂഹത്തിനെ, നമ്മുടെ പ്രൊഫഷനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ കൈകാര്യം ചെയ്യണം. അതിനാവശ്യമായ ഇന്നർ ചേഞ്ച് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം വേണ്ടത് അതിനെ എങ്ങനെ മെറ്റാ പ്രോഗ്രാമിങ്ങിലൂടെ എടുക്കണം. ഇത് എനിക്ക് ഗുണം ചെയ്യുന്നതാണോ ദോഷം ചെയ്യുന്നതാണോ? ഇത് തന്നെ മനസ്സിലേക്ക് വരണം അറിയാതെ. നമ്മൾ പലപ്പോഴും പറയുന്നത് ഒരു പ്രത്യേക ചിന്ത ഉണ്ടാവുമ്പോൾ അത് താനെ വരുന്നതാണെന്നാണ്. എനിക്ക് ദേഷ്യം വന്നു, ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, എനിക്ക് സങ്കടം വന്നു എന്നൊക്കെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു. പിന്നീടും അത് തന്നെ ആവർത്തിക്കുകയാണ്. ആ ആളെ വീണ്ടും കാണുമ്പോൾ അതേ ഇമോഷൻസ് വരുന്നു. അത് ഓടിക്കയറി വരികയാണ് മനസ്സിലേക്ക്. അത് വരുന്നതോടുകൂടി നമ്മളുടെ ആ എല്ലാ കഴിവും ഇല്ലാതായി, കഴിവില്ലാത്തൊരു വ്യക്തിയായി എങ്ങനെയാണോ വേറെ വ്യക്തികൾ നടക്കുന്നത്, ആ കഴിവില്ലാത്ത ആളായിട്ട് മാറാം. എല്ലാം ഉള്ള ആളാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് പെട്ടെന്ന് ദേഷ്യം കാണിക്കുന്നത്, വിഷമം കാണിക്കുന്നത്, മോശം വാക്കുപയോഗിക്കുന്നത്, നിരാശരാവുന്നത്, ഇങ്ങനെ ആവുന്നത്. അപ്പൊ പറയുന്നത് ഞാൻ ആ സമയത്ത് ചെയ്തു പോയി എന്നാണ്. നമ്മളത് ചെയ്തു പോയി, എനിക്ക് ദേഷ്യം വന്നു, എനിക്ക് അയാളെ പിടിച്ചില്ല, എനിക്ക് അയാളത്ര പോരാ, അയാൾ ശരിയല്ല. ഇതൊക്കെ നമ്മൾ മീനിങ് കൊടുക്കുന്നതാണ്. നമുക്ക് എന്താണോ ഗോള് അതിനനുസരിച്ച് നമ്മൾ മീനിങ് ഉണ്ടാക്കാൻ പഠിക്കലാണ് ഇന്നർ ചേഞ്ച് എന്ന് പറയുന്നത്. പ്രക്ഷുബ്ധമായ കാലാവസ്ഥയില്, പ്രകോപനമുള്ള ചുറ്റുപാടില്, വളരെ മോശ സാഹചര്യത്തില്, സാമ്പത്തികമായി തകർന്നാലും രോഗം വന്നാലും മാരകമായ പ്രശ്നം ഉണ്ടാവുമ്പോഴും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതാണ് നമ്മളുടെ ഇന്നർ മൈൻഡ്, അകമനസ്സ്. ഈ അകമനസ്സ് വെച്ചാണ് നമ്മൾ പുറത്തൊക്കെ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഇപ്പൊ കിഡ്നി ഉണ്ട് അല്ലെ, ലിവർ ഉണ്ട്, ഹാർട്ട് ഉണ്ട്, ഇങ്ങനെ ഇന്റേണൽ ഓർഗാൻസ് അനവധിയുണ്ട്. ഇതേപോലെ എക്സ്റ്റേണൽ ഓർഗാൻസ് ഉണ്ട്, 5 സെൻസസും ഉണ്ട്. അപ്പൊ ഏതെങ്കിലും സെൻസിന് പ്രശ്നം ഉണ്ടെങ്കിലോ നമ്മൾ അതിനെ ഉപകരണങ്ങൾ വെച്ച് മെഡിസിൻ സപ്പോർട്ടോടെ ശരിയാക്കി എടുക്കും അല്ലെ. ഇതിൽ ചിലര്
സ്പെക്സ് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? കാഴ്ചയെ ശരിയാക്കാൻ വേണ്ടിയിട്ട്. ചിലര് ശബ്ദം കിട്ടാൻ വേണ്ടി ചില ഉപകരണങ്ങൾ വെക്കും. ഇതേപോലെ ഉപകരണത്തിന്റെ സഹായത്തോടെയും നമുക്ക് കാര്യങ്ങളെ ഉള്ളിലേക്ക് എടുക്കാം. ഉപകരണത്തിന്റെ സഹായത്തോടെയും കാര്യങ്ങൾ എടുക്കാം. ഇതേപോലെ മറ്റുള്ളവരുടെ അറിവിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടേതാക്കി മാറ്റാം. അത് കൂടാതെ വിജയിച്ച ആളുകൾ, നമ്മുടെ സ്വന്തം മേഖലയിൽ എക്സലന്റ് ആയ ആളുകൾ, അവരെങ്ങനെയാണ് ഈ വിജയം ഉണ്ടാക്കിയത്? അവരവരുടെ ശരീരത്തിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കിയത്? അവർ അവരുടെ മനസ്സിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കിയത്? അവർ എങ്ങനെയാണ് അത് ചെയ്തത്? ആ ചെയ്ത കാര്യങ്ങളുടെ ആ രീതികളെ, ആ പ്രോസസ്സിനെ നമുക്ക് ഇന്നത്തെ മോഡേൺ സയൻസിന്റെ സൈക്കോളജിയുടെയും അടിസ്ഥാനത്തിൽ എടുത്തുപയോഗിച്ചാൽ നമുക്ക് അവരെ പോലെ ചെയ്യാം, അവരെക്കാൾ മികച്ചതാവാം. അതാവണമെങ്കിൽ ആദ്യം വേണ്ടത് ഇന്നർ ചേഞ്ച് ആണ്. ഇന്നർ ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഗോൾ ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ എടുക്കാൻ പറ്റണം. ഇഷ്ടമില്ലാത്തതിനെ ഇഷ്ടാക്കി മാറ്റണം. ഭയക്കുന്നതിനെ നേരിടാൻ കഴിയണം. മറവിയെ ഓർമ്മയാക്കി മാറ്റാൻ പറ്റണം. ക്ഷീണത്തെ എങ്ങനെ എനർജറ്റിക് ആക്കാൻ പറ്റും? ഈ രീതിയിലുള്ള പ്രോസസ്സിംഗ് ടെക്നിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നർ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും, പുറത്ത് ചെയ്യാൻ പറ്റും. ആദ്യം വേണ്ടത് ഇതിനെ അകത്തേക്ക് സ്വീകരിക്കുന്ന ഈ വാതിലുകൾ ഉണ്ടല്ലോ, വാതിലും ജനലയും, ഇതിലൂടെ വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. ഈ വാതിലും ജനലും എന്ന് പറയുന്നതാണ് നമ്മുടെ കണ്ണ്, ചെവി, മൂക്ക് ഇതൊക്കെ. അതിലൂടെ വേണം പ്രവേശിപ്പിക്കാൻ. പ്രവേശിപ്പിക്കുന്നത് ഗോൾ ഓറിയന്റഡ് ആയിരിക്കണം. അവൻ ആദ്യം വേണ്ടത് എപ്പോഴും സ്വയം ചോദിച്ചുകൊണ്ടിരിക്കണം, ഞാൻ എൻ്റെ ഔട്ട്കത്തിലാണോ ടൈം പാസിലാണോ? ഞാൻ എൻ്റെ ഗോളിലാണോ ടൈം പാസിലാണോ? ഇപ്പോൾ ഗോളിലാണെങ്കിൽ ഇതെനിക്ക് പറ്റിയതാ, ഇതെനിക്ക് ഇങ്ങനെ ഇപ്പൊ തന്നെ എടുത്ത് ഉപയോഗിക്കണം. അതല്ല, ഈ പറയുന്നതൊക്കെ ടൈം പാസ് ആണെന്ന് തോന്നിയാൽ ഇതിന് വെറുതെ സമയം കളയണം, വേറെ കാര്യത്തിലേക്ക് പോകണം. എപ്പോഴും സ്വയം ചോദിച്ചുകൊണ്ടിരിക്കണം, ഗോളിലാണോ ടൈം പാസിലാണോ? ഇപ്പൊ ഗോൾ ഓറിയന്റഡ് ആക്കണം, അതായത് ലക്ഷ്യ ഉന്മുഖമാക്കണം. ലക്ഷ്യത്തിനെ പോസിറ്റീവായിട്ട് എടുക്കണം. എന്റെ പ്രശ്നം മാറണം എന്നല്ല, എനിക്കത് നേടണം എന്നാണ്. എന്റെ വിഷമം മാറണം എന്നല്ല, എനിക്ക് സന്തോഷം വേണമെന്നാണ്. എന്റെ ദാരിദ്ര്യം മാറണം എന്നല്ല, എനിക്ക് സമ്പത്ത് വേണമെന്നാണ്. എന്റെ ഭയം മാറണം എന്നല്ല, എനിക്ക് ധൈര്യം വേണമെന്നാണ്. വിഷമം മാറണമെന്നല്ല, എനിക്ക് സന്തോഷം വേണം. വെറുപ്പുള്ളവർ എവിടെയുണ്ടെന്നല്ല, എനിക്ക് സ്നേഹം വേണം. ആരുമായിട്ട് ചേർന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മളുടെ മനോഭാവത്തിനെ മാറ്റി തീർക്കലാണ് ഇന്നർ ചേഞ്ച്. അതിനൊപ്പം ബിലീഫ് ഉണ്ടാക്കണം. വിശ്വാസമാണ് എല്ലാം. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന വിശ്വാസമാണോ? നിങ്ങൾക്ക് ധൈര്യം പകരുന്ന വിശ്വാസമാണോ? എന്തും പഠിക്കാൻ കഴിയുന്ന വിശ്വാസമാണോ? അതെനിക്ക് ആ വിഷയം എനിക്ക് പഠിക്കാൻ പറ്റില്ല, ആ കാര്യം എനിക്ക് പറ്റൂല, അതെന്നെ കൊണ്ട് കഴിയില്ല. അങ്ങനെയല്ല. ബിഹേവിയർ ഫ്ലെക്സിബിലിറ്റി ആണ്. ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കുന്നത് പോലെ ബിഹേവിയർ ഫ്ലെക്സിബിലിറ്റി. ബിഹേവിയർ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ചിന്തയും കൂടി ചേർന്നാണ്. പെരുമാറ്റം മാത്രമല്ല ബിഹേവിയർ, പുറത്തുള്ള എക്സ്റ്റേണൽ തിങ്കിങ് ആണ് ബിഹേവിയർ. അപ്പൊ ഇന്റേണൽ വർക്കിംഗ് ആണ് ഇത്. പുറത്ത് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിനകത്ത് ചെയ്തു നോക്കുന്നതാണ് ഇന്റേണൽ. അവിടെ മുൻപ് മാറ്റം വരണം. അവിടെ മാറ്റം വരുത്താൻ നമുക്ക് നേരത്തെ പറഞ്ഞു, ദേഷ്യം വരുന്നു, പേടി വരുന്നു, നിരാശ വരുന്നു, ക്ഷീണം വരുന്നു, മടി വരുന്നു എന്നൊക്കെ. ഇതിനൊക്കെ മാറ്റി, ആ രീതികളെ മാറ്റി പോസിറ്റീവ് ആയിട്ട് എടുക്കണം. പോസിറ്റീവ് സെന്റൻസ് ആക്കി മാറ്റണം. എനിക്ക് എന്താണോ വേണ്ടത് അത് വേണമെന്നും, അതെനിക്ക് വേണമെന്നും മാത്രമല്ല, അതെനിക്ക് ഉറപ്പായിട്ട് കിട്ടും, ലഭിക്കും, അവൻ കഴിയും എന്ന് ഉറച്ചു വിശ്വസിക്കണം. മനസ്സുകൊണ്ട് അത് നേടിയതായിട്ടും വിശ്വസിക്കണം. എന്നിട്ട് വേണം തുടങ്ങാൻ. നമ്മളൊരു ഫുട്ബോൾ മാച്ച് കാണുന്നത് പോലെ, ഇത് എന്റെ ടീമാണ്, എന്റെ ടീം വിജയിക്കും എന്ന് മുൻവിധിയോടെ ഇരിക്കുന്നത് പോലെയാണ്. ആ വിശ്വാസം വന്നു കഴിഞ്ഞാൽ അവസാനത്തെ മിനിറ്റിലും തിരിച്ച് ഗോൾ അടിക്കാം, അല്ലെങ്കിൽ ഗോൾ സ്കോർ ചെയ്ത് വിജയിക്കാം.
ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കലാണ് ഇന്നർ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കുറെ ബിലീഫ്സ് ആണ് അടങ്ങിയിരിക്കുന്നത്. ബിലീഫ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം ഈ ലോകത്തുള്ള എല്ലാ ആളുകളും വിശ്വാസം കൊണ്ടാണ് എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന, ചെയ്യാൻ പറ്റുന്ന ആളുകളായിട്ട് മാറുന്നത്. വിശ്വാസം നിങ്ങളെ ധൈര്യം പകരുന്ന വിശ്വാസമാക്കി കൊണ്ടുനടക്കാൻ പറ്റുന്ന ആ അവസ്ഥയുള്ള വിശ്വാസമാണോ, അതോ എനിക്കതൊന്നും പറ്റൂല അങ്ങനെയുള്ള വിശ്വാസമാണോ? ഈ വിശ്വാസം മാറ്റലാണ് ഇന്നർ ചേഞ്ച്. ഇതിലെപ്പോഴും ഇത് ആവശ്യമാണ്, എപ്പോഴും. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ, പോസിറ്റീവ് രീതിയിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ എല്ലാം പോസിറ്റീവായി കാണാൻ തുടങ്ങും, അനുഭവിക്കാൻ തുടങ്ങും. മറിച്ച് ഇത് എനിക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവഴി പറയുകയും അവിടെ നിന്ന് മാറി മറ്റൊരു രീതിയിലേക്ക് മാറി നമ്മൾ പിൻവലിഞ്ഞ് കളയും. പിൻവലിയാനല്ല, ആരുമായിട്ടും ചേരാൻ പറ്റണം. ഏത് സമയത്തും എനർജറ്റിക് ആവാനും, കോൺഫിഡന്റ് ആവാനും, ഫ്ലെക്സിബിൾ ആവാനും, ഹാപ്പി ആവാനും പറ്റണം. ഈ രീതിയിൽ ഇന്നർ ചേഞ്ച് ഉണ്ടാക്കലാണ് ആദ്യം വേണ്ടത്. ഇന്നർ ചേഞ്ചിനൊക്കെ ഒരുപാട് ടൂൾസ് ഉണ്ട്. അത് 200-ലധികം പ്രാക്ടീസുകളുണ്ട്. അതിൽ 10ഓ 20ഓ രീതികൾ പഠിച്ചാൽ തന്നെ, പഠിച്ചാൽ പോലെ ചെയ്താൽ തന്നെ നമുക്ക് മാറ്റം ഉണ്ടാവും. ഈ മാറ്റമാണ് പലരും ഗോൾ അല്ലെങ്കിൽ ഔട്ട്കം എന്ന് കരുതുന്നത് പല പല അച്ചീവ്മെന്റ്സ് ആയിട്ടാണ്. പലതും അത് ചിലരുടെ അത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള വസ്തുക്കളായിട്ടാവും ചിലത് കാണുന്നത്. ചിലർക്ക് സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് മതി, മാനസികമായ അനുഭവങ്ങൾ. അപ്പോൾ എന്ത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്, അതാണ് ഇന്നർ ചേഞ്ച് എന്ന് പറയുന്നത്. എന്റെ അച്ഛൻ മരിച്ചിട്ട് ഏകദേശം 1 വർഷം ആവാറായി. അപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു. ഒരു പയ്യൻ, അവന്റെ കുട്ടിയുടെ 90-ാം ദിവസം. അപ്പൊ ആ വീട് ആ പയ്യനെ അറിയില്ല, എന്റെ റിലേറ്റീവ്. അപ്പോൾ അടുത്തുള്ളതാണ്. അപ്പൊ അവന്റെ കൂടെ വണ്ടിയിൽ അവിടെ പോയി ഇറങ്ങി വഴിക്ക് എന്റെ അച്ഛന്റെ അനിയൻ ചോദിച്ചത്, എന്നാ അച്ഛന്റെ ആണ്ട് ഡേറ്റ്, വാർഷികം? സത്യം പറഞ്ഞാൽ ഈ മാസത്തിലാണെന്ന് പോലും ഞാൻ മറന്നു പോയി, മരിച്ചുപോയ ആളെ കുറിച്ച്. അപ്പൊ ചിലര് മരിച്ചുപോയ ആളെ കുറിച്ച് പിന്നീട് സ്വപ്നം കാണുകയും മനസ്സിൽ കൊണ്ടു നടക്കുകയും അത് വലിയ കാര്യമായിട്ട് എടുത്തും വിഷമിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്നവരാണ്. ഇതാണ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്. എൻ്റെ അമ്മ ഒരിക്കൽ, എൻ്റെ അമ്മയുടെ അമ്മ മരിച്ച സമയത്ത് ആ ദിവസങ്ങളിലൊക്കെ രാത്രി പെട്ടെന്ന് എഴുന്നേറ്റ് പറയും, എൻ്റെ അമ്മ പുറത്ത് വന്നിട്ടുണ്ട്, ഡോറ് തട്ടി, പുറത്ത് എന്നെ വിളിച്ചു, എന്നെ ലക്ഷ്മി ലക്ഷ്മി എന്ന് വിളിച്ചു അമ്മ. അമ്മയ്ക്ക് പിന്നെ ഉറങ്ങാൻ പറ്റൂല. അപ്പൊ മരിച്ചുപോയ ആളെ ഉള്ളിൽ ഇപ്പോഴും ജീവിക്കുന്നതായിട്ട് കൊണ്ടു നടക്കുന്നു. ഇതാണ് ഇന്നർ ചേഞ്ച്. അപ്പൊ നമുക്കത് പ്രയോജനം ചെയ്യുന്ന കാര്യമാണെങ്കിൽ കൊണ്ടു നടക്കണം, അല്ലാത്താണെങ്കിൽ വേറെ വേണമെന്നാണ്. ഇതേപോലെ ഈ ലോകത്തുള്ളവരൊക്കെ ശത്രുക്കളാണെന്ന് കരുതി കഴിഞ്ഞാൽ പ്രയാസവും. ഈ ലോകം മുഴുവൻ മിത്രങ്ങളാണെന്ന് പറഞ്ഞാലോ? ഇപ്പൊ നമ്മളോട് ചേർന്നിട്ടില്ലേ, നമ്മൾ പലപ്പോഴും കുറച്ച് പേരായിട്ട് ബിസിനസ് ചെയ്യും, കുറച്ച് പേരോട് അടുത്ത് ഇടപഴകും, കുറച്ച് പേരായിട്ട് നമ്മൾ ആശയവിനിമയം ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇങ്ങനെ കുറച്ച് പേരായിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്ന രീതിയിൽ എടുത്തിട്ട് പറയാണ് ലോകം മുഴുവൻ എങ്ങനെയാണ്. അങ്ങനെയല്ല. ഈ ലോകം വിശാലമായ ലോകമാണ്, നന്മയുള്ള ലോകമാണ്. ഈ ലോകം കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വളരെ ഫാസ്റ്റ് ആയിട്ടാണ്, ഇൻസ്റ്റന്റ് ആയിട്ടാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഇതെല്ലാവർക്കും പ്രാപ്യമായ കാര്യങ്ങളാണ്. ആർക്കും പറ്റും, എന്തും ആവാൻ പറ്റും, എന്തും പഠിക്കാൻ പറ്റും, എന്തും പരിശീലിക്കാൻ പറ്റും, എന്തും ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഉള്ള സമീപനത്തോടെ അത് ബിലീഫാക്കി മാറ്റി കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ചെയ്യുന്നത് ഈസി ആയിട്ട് മാറും. അത് പഠിക്കുന്നത് ഈസിയാവും, അത് പരിശീലിക്കുന്നത് ഈസിയാവും, അത് ചെയ്യാൻ ഈസിയാവും. അപ്പൊ ഈ ലോകത്ത് എല്ലാ സംഭവങ്ങളുണ്ട്. ദോഷകരമായി ഉണ്ടാവുന്ന സംഭവങ്ങൾ പോലും പോസിറ്റീവ് സമീപനത്തോടെ എടുക്കാൻ പഠിക്കാൻ മനസ്സുണ്ടാക്കി കഴിഞ്ഞാൽ, ആ മനോഭാവം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഇന്നർ ചേഞ്ച് വരും. അപ്പൊ ഇന്നർ ചേഞ്ചിന് അനേകം ടൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ടൂൾസ് പരിചയപ്പെടുത്താൻ പറ്റിയ ഒരു സമയം നമുക്ക് എന്താണ് ഒരു അവയർനെസ് ആണ് നമുക്ക് തരാൻ പറ്റുക. അപ്പോ ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് പോവാം. ഇത് കാര്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു സമയമുള്ളതല്ല എങ്കിലും എന്തെങ്കിലും ചോദിക്കാം ഇതായിട്ട് ബന്ധപ്പെട്ട്. യെസ്, എന്ന് ചോദിക്കാം. സാർ യെസ്. ഇപ്പോ
സാറ് സ്റ്റാർട്ടിങ് തൊട്ട് ഞാനിപ്പോ NLP അത്ര പരിചയമുള്ള ഒരു മേഖലയല്ല. അപ്പോ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് ജനിച്ചു വീഴുമ്പോ തൊട്ട്. യെസ്. അവര് വളർന്നു വരുമ്പോ തോന്നുന്നതാണ് അവരിലും മാറ്റങ്ങളും ഇതൊക്കെ വരുന്നത്. യെസ്. അങ്ങനെയാണെങ്കിലേ ആ. അറിവാണോ പ്രവൃത്തിയാണോ ഒരാളില് മാറ്റം വരുത്തുന്നത്? ചുരുക്കം പറയാല് ഇപ്പൊ ഒരാള് ഉയർന്ന സ്റ്റേജിൽ നിൽക്കുമ്പോൾ അയാളെ ഒപ്പം തന്നെ വേണമെങ്കിൽ താഴെയുള്ള ആൾക്ക് എത്താൻ പറ്റും എന്നാണ് സാറ് പറഞ്ഞതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. യെസ്. പക്ഷെ അത് അങ്ങനെ ആവണമെങ്കിൽ അറിവാണോ പ്രവൃത്തിയാണോ ഇതില് സഹായിക്കുന്നത്? പ്രവർത്തിക്കാൻ ആവശ്യമായ അറിവ്. കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കില്ലല്ല. പ്രവർത്തിക്കാൻ നിങ്ങൾ അതാണ് ഗോൾ ഓറിയന്റഡ് ആവണമെന്ന് പറയുന്നത്. ഔട്ട്കം ഓറിയന്റഡ്. എന്താണോ ഔട്ട്കം, നമ്മൾ ഭാവിയിൽ ആഗ്രഹിക്കുന്നത്, നേടാൻ ആഗ്രഹിക്കുന്നത്, അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതാണ് ഔട്ട്കം. അതിനനുസരിച്ചുള്ള പ്രോഗ്രാമിംഗ്, അതിനാവശ്യമായ രീതിയിലുള്ള മനോഭാവം, അതിനാവശ്യമായ രീതിയിലുള്ള ബിഹേവിയർ ഫ്ലെക്സിബിലിറ്റി, അതിനാവശ്യമായ കോൺഫിഡൻസ്, അതിനാവശ്യമായ എനർജി, അതിനാവശ്യമായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനിലൂടെയാണ് എല്ലാം നേടുന്നത്. സ്നേഹം എന്ന് പറയുന്ന പോലെ കമ്മ്യൂണിക്കേഷനാണ്. SEX അതും കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ എങ്ങനെ ഒക്കെ സെൽഫായിട്ട് എടുക്കുന്നു, ഒക്കെ കമ്മ്യൂണിക്കേഷനാണ്. എപ്പോഴും കമ്മ്യൂണിക്കേഷനാണ്. സ്വയം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നു, എപ്പോഴും സ്വയം കമ്മ്യൂണിക്കേഷനിലാണ് 24 മണിക്കൂർ. ഈ കമ്മ്യൂണിക്കേഷനിലുള്ള മാറ്റാണ് ഈ സ്വയം. അതൊരു പ്രോഗ്രാമായിട്ട് എടുക്കുക. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വിശ്വാസം, മനോഭാവം, ചിന്ത. ഇത് എപ്പോഴും ഉള്ളിലുണ്ടാവുക. ഇതിനനുസരിച്ച് അത് ഔട്ട്കം ഓറിയന്റഡ് ആയിട്ടുണ്ടാവുക. അതോ പോസിറ്റീവായിട്ട് നേടാൻ പറ്റുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ അധിഷ്ഠിതമാവണം. അതിനാവശ്യമായ അറിവ് വേണ്ടു. കൂടുതൽ അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷിൽ PhD PDF ഉള്ള ആൾക്കാരുണ്ട്. എന്നിട്ട് ബബ്ബടിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ. നേരെ മറിച്ച് കുറച്ച് മാത്രം കാര്യങ്ങൾ അറിയുന്ന കൊച്ചുകുട്ടികൾ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട്, ബിസിനസ് ചെയ്യുന്നവർ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട്, കോൺഫിഡൻസ് ഉള്ളവർ കുറച്ച് കാര്യം വെച്ച് അത് ചെയ്യുന്നു. അപ്പൊ ആവശ്യമായത് മാത്രം, ആവശ്യമല്ല അവശ്യമായത് മാത്രം അറിയുകയും അത് പരിശീലിക്കുകയും അത് ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ്. സമയം കളയരുത്, ഉടനെ ചെയ്യാന്നുള്ള. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായി. ലക്ഷ്യം ഏതാണോ അതിനു വേണ്ടി മാത്രം നമ്മൾ പഠിക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ. ഈ പേടിയെ കുറിച്ച് സാർ പറഞ്ഞു. പേടി ഇതിപ്പം നമ്മള് വിശ്വാസം, അതായത് പുറത്തുള്ളവർക്ക് നല്ലതാണ്, നല്ല ആളുകളാണ് നമ്മൾ ചിന്തിച്ച് നമ്മൾ മാർക്കറ്റില് കടം കൊടുക്കുമ്പോ നമ്മള് വളരെ നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവർ ഓക്കെ ആയി. പക്ഷെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവരുടേതായ കാരണം കൊണ്ട് അവർ ക്ഷീണിച്ചും മറ്റതും പോയി നമ്മളെ പൈസ പോകുന്ന കേസ്. അപ്പൊ നമ്മൾ വിശ്വസിച്ച് അല്ലെങ്കിൽ എല്ലാം നല്ലതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ മൂവ് ചെയ്തിട്ട് ഒരു 2-3-4 മീൻസ് നമ്മള് ആ വിശ്വസിച്ച് ചെയ്ത കാര്യങ്ങൾ ഒരു 10 ചെയ്ത് നമ്മൾ 1 പരാജയപ്പെടുമ്പോൾ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കും, 9 വിജയിച്ചത്. പക്ഷെ ഒരു തുടർച്ചയായി ഒരു 5 ചെയ്തു 5 പരാജയപ്പെടുമ്പോൾ നമ്മൾ കോൺഫിഡൻസ് പോലെ സാർ. കോൺഫിഡൻസ് പോകുന്നു. താങ്കളുടെ കോൺഫിഡൻസ് പോകുന്നു. അതെ, ഒരു 1-2 മീൻസ് ആ സ്റ്റേറ്റ്മെന്റ് അത് ഞാനത് താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നിയില്ല, അതുകൊണ്ടാണ് എത്ര ഉള്ളതിൽ കാര്യം. നമ്മള് അവരെ എംപവർ ചെയ്യണം. നമ്മൾ പൈസ മാത്രം ചോദിച്ചാൽ പോരാ. അവരെന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്, അവരെ മോട്ടിവേറ്റ് ചെയ്യണം. അവരെ ഗോൾ ഓറിയന്റഡ് ആക്കണം, അവരെ പവർഫുൾ ആക്കണം, അവരെ വിജയിപ്പിക്കണം. എങ്കിലേ നമുക്ക് പൈസ തരൂ. അവർ പൈസ വാങ്ങിച്ചു അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചു, അവർ പരാജയമാണ്, അവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കുന്നു? നമുക്ക് വേറെ ലോകത്തെ ആളുകൾ ഉണ്ടെന്നാണ്.
അതാണ് നേരത്തെ പറഞ്ഞ കുറച്ച് പേരുകളായിട്ട് ഒരുമിച്ച് വീട്ടിൽ ജീവിച്ചു, അല്ലെങ്കിൽ ബിസിനസ്സിൽ, അല്ലെങ്കിൽ പാർട്ണർഷിപ്പില്, അല്ലെങ്കിൽ പൊതുരംഗത്ത്, അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ നമ്മൾ കുറച്ച് പേരായിട്ട് ബിസിനസ് ചെയ്യും. എന്നിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ് എന്റെയൊക്കെ പോയി. ഈ ലോകം വളരെ വിശാലമാണ്, കോടിക്കണക്കിന് ആളുകൾ വേറെയുണ്ട്, അവരുമായിട്ട് ബിസിനസ് ചെയ്യാൻ തീരുമാനിക്കണം. അതിനാണല്ലോ നമ്മളിങ്ങനെ കൂടിയത്, പുതിയ ആളുകൾ. എനിക്ക് ഒരാളൊഴികെ ബാക്കി എല്ലാവരും പുതിയതാണ് ഇതിനകത്ത്. പുതിയ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു പക്ഷെ മറ്റുള്ളവരുടെ പ്രോഡക്റ്റ്, താങ്കളിപ്പോ അങ്ങോട്ട് പ്രോഡക്റ്റ് കൊടുത്തു പൈസ കിട്ടിയില്ല എന്നാ പറഞ്ഞ, അവര് ചിലപ്പോൾ നിങ്ങളെ ഏൽപ്പിക്കും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആളായിട്ട് മാറിക്കഴിഞ്ഞാൽ താങ്കളെയാണ് അവർ വിശ്വസിച്ച് താങ്കളെ ഏൽപ്പിക്കും, പണം ഏൽപ്പിക്കും. ബിൽഡിങ്, ഇന്ന് ഇഷ്ടം പോലെ ബിൽഡിങ്ങൾ ഒഴിഞ്ഞെടുക്കുകയാണ്. അവിടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞ് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയാൽ ബിൽഡിങ് തരാൻ തയ്യാറുള്ള ഓണേഴ്സ് ഉണ്ട്. ഇനി അവിടെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ ബിസിനസ് അവർക്ക് അത് വിജയിക്കുന്ന രീതിയിലുള്ള ബിസിനസ് ആണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതേ രീതിയിൽ അതേപോലെ സാധ്യതയുള്ള ഒരു ലോകമാണ്. നമ്മള് ഒരു പരാജയം ഉണ്ടാവുമ്പോൾ ഇത് എന്റെ തോൽവിയാണ് എന്നാണ് കരുതുന്നത്. ഇത് ലേണിംഗ് ആയിട്ട് എടുക്കണം. ആ ലേണിങ്ങിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരണം. അവിടെയാണ് വിജയം ഉണ്ടാവുന്നത്. ഇന്നോവേറ്റീവ് ആയിട്ടിരിക്കണം. പുതിയ ലോകത്ത് നടക്കുന്ന ഇതിൽ സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് ഇന്നർ ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്. നിങ്ങൾ ഇന്നർ കോൺഫ്ലിക്റ്റ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് പ്രയാസമാണ്. നിങ്ങൾ ഇന്നർ കോൺഫിഡന്റ് ആണെങ്കിലോ, ഗോൾ ഔട്ട്കം ഓറിയന്റഡ് ആണെങ്കിലോ എല്ലാം ഈസി ആയിട്ട് മാറും. കാരണം അനേകം പേർ താങ്കൾക്ക് എന്തും തരാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട്. അവരെ സമീപിക്കാനുള്ള അവസരമായിട്ട് എടുക്കുന്നതിന് അവരെ എംപവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ സഹായിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, കിട്ടിയോ ഒരു ഏകദേശം? ഓക്കെ, അടുത്തത് ഈ ടെക്നോളജിനെ പറ്റി പറഞ്ഞില്ലേ? അപ്പൊ അത് പിന്നെ എന്താ പറഞ്ഞ മറ്റേ സൈക്കോളജിയോ? മോഡേൺ സൈക്കോളജി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചുള്ളൂ. ഓക്കെ, ഈ സൈക്കോളജി പിന്നെ ഈ കമ്പ്യൂട്ടറിൽ വന്ന പോലുള്ള മാറ്റം വന്നില്ല എന്ന് പറഞ്ഞില്ലേ? അതെ, യെസ്. വന്നില്ല വരാതെ ഇരുന്നത് കൊണ്ടാണ് മോഡേൺ സൈക്കോളജി ഇപ്പൊ ഇങ്ങനെ ആയി മാറിയത്. അപ്പൊ പഴയ സൈക്കോളജി അവിടെ നിൽക്കുന്നു, അവിടെ നമ്മൾ തെറാപ്പി ചെയ്യാൻ പോകുന്നു, ഒരു കൗൺസിലിങ്ങിന് പോകുന്നു, അവിടെ ഒരു പ്രശ്നമായിട്ട് പോകുന്നു. അവർ കുറെ കേട്ടിരിക്കുന്നു, അവർ കുറച്ച് ഉപദേശം തരുന്നു, നമ്മൾ തിരിച്ചു വരുന്നു. മോഡേൺ സൈക്കോളജി അതല്ല. പ്രോബ്ലം വന്നാൽ വാട്ട് ഈസ് ഗ്രേറ്റ് ഇൻ ഇറ്റ്, അതിൽ നിന്ന് അവരുടെ ഉള്ളിൽ തന്നെയുള്ള റിസോഴ്സുകളെ കണ്ടെത്തിയിട്ട് അവരെ പവർഫുൾ ആക്കി, അവരെ എക്യുപ്ഡ് ആക്കി, അവരത് പ്രാക്ടീസ് ചെയ്യിച്ച് പുറത്ത് ചെയ്യാൻ തയ്യാറായിട്ടാണ് പിന്നെ പുറത്തേക്ക് പോകുന്നത്. അത് ഒറ്റ തവണ കൊണ്ട്. ഇവിടെ വരുന്നവരൊക്കെ ഒറ്റ തവണ കൊണ്ടാണ് അവരെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് അവർ പോകുന്നത്. കുറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവാം, കുറെ പഠിച്ചിട്ടുണ്ടാവാം. ഇനി ഇപ്പൊ കൗൺസിലിംഗ് സൈക്കോളജി പഠിച്ച ആൾക്കാരൊക്കെയാണ് ഇവിടെ കൗൺസിലിംഗ് പഠിക്കാൻ വേണ്ടി 2 ദിവസത്തെ കോഴ്സിന്. ഇതാണ് വ്യത്യാസം. എന്നിട്ട് 2 ദിവസം കൊണ്ട് അവര് അതുവരെ പഠിച്ചതിനേക്കാൾ കൂടുതൽ പഠിച്ചു 2 ദിവസം കൊണ്ട്. അവര് പറയുന്നതാണ്, എന്റെ അവകാശവാദമല്ല. അപ്പൊ ഇതേപോലെ മാറാൻ കഴിയുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പുതിയ രീതിയിൽ പഠിക്കണം. ഇപ്പോഴും ചിലര് ക്വാളിഫിക്കേഷന് വേണ്ടി ഞാൻ ഒരു MSc എടുക്കണം അല്ലെങ്കിൽ MA എടുക്കണം സൈക്കോളജിയിൽ. ഏത് യൂണിവേഴ്സിറ്റി എടുക്കണം, അത് കഴിഞ്ഞ് PhD എടുക്കണം. ഈ പഠിച്ച ആൾക്കാരും ചെയ്ത ആൾക്കാർക്കും ചെയ്യാൻ കഴിയുന്നില്ല. ഇത് പ്രാക്ടിക്കലായി മാറണ്ടേ? ഇപ്പൊ നമ്മളെ കരുതുന്നത് ഈ MBA പഠിച്ചവരാണ് എടുക്കരുതെന്ന് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അല്ല, ചെയ്യുന്നവരാണ്. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഇഷ്ടപ്പെടുന്നു, നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ബഹുമാനിക്കുന്നു. കാരണം നിങ്ങൾ ചെയ്യുന്നവരാണ്, ചെയ്തു തുടങ്ങിയവരാണ്, അല്ലെങ്കിൽ ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തിയ ആളുകളാണ്. പലരും വിജയികളായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു 4 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും കൂടും. 4 വർഷത്തിന് ശേഷം അന്ന് നിങ്ങളെല്ലാവരും ബില്യണേഴ്സ് ആയിരിക്കും. ആ രീതിയിലാണ് ഞാൻ കാണുന്നത്. അതിനാവശ്യമായതൊക്കെ കിട്ടാനായിട്ട് ഇവിടെ സൗകര്യങ്ങളുണ്ട്. അതാണ് ആഗ്രഹിക്കുന്നത്. അതല്ല, ഒരു പേഴ്സണൽ പവറാണ് ചിലർക്ക് ആഗ്രഹിക്കുന്നത്, പെർഫോമൻസ് ആവും ചിലർ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരേ കാര്യങ്ങളല്ല. പണം കൊണ്ട് പോലും പലരും ആഗ്രഹിക്കുന്നത് പലതുമാണ്. അപ്പൊ ഇങ്ങനെ എന്ന് തീരുമാനിക്കാൻ നമുക്ക് നമ്മളുടെ സ്വന്തം വാല്യൂസ് അനുസരിച്ച് അറിയില്ല.
ചിലർ ക്വാളിഫിക്കേഷൻ ആണ് വാല്യൂസ്, അറിയാമോ? ആ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടാണ് അവർ നിൽക്കുന്ന ധൈര്യം. പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ക്വാളിഫിക്കേഷൻ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് പല ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്കറിയാം. അപ്പൊ അവിടെ കാണാനില്ല അവരൊന്നും. ചെയ്യാൻ പറ്റണം. അറിയും. സാറ് സർവീസുകൾ എന്തൊക്കെയാണെന്നൊന്ന് ഇതായിട്ട് പറഞ്ഞാല്. നമ്മള് മോഡേൺ സൈക്കോളജിക്കൽ ആയിട്ടുള്ള എന്ത് പ്രോബ്ലംസും, എത്ര പേടിയുള്ള ആളെ ആ പേടി മാറ്റി ഫുള്ളി കോൺഫിഡന്റ് ആക്കും. ഡിപ്രസ്ഡ് ആയ ആളെ കോൺഫിഡന്റ് ആക്കും, ഹാപ്പി ആക്കും. ക്ഷീണമുള്ള ആളെ എനർജറ്റിക് ആക്കും. അത് മണിക്കൂറുകൾ കൊണ്ടാണ്. സ്വന്തം മേഖലയിലോ തെരഞ്ഞെടുത്ത വേറെ അല്ലാത്ത മേഖലയിലോ അവർക്ക് എവിടെയും ഫുള്ളി എനർജറ്റിക്, ഹെൽത്തി, കോൺഫിഡന്റ്, ഹാപ്പി ആയി മാറാൻ പറ്റില്ല. കണ്ടിന്യൂറ്റി മീൻസ് പേടി പോകുന്നത് 1 മണിക്കൂറിനായിരിക്കും. എന്തോ? ഹലോ സാർ, 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന പ്രോസസ്സ് അത് നിലനിർത്താൻ പിന്നുള്ള ടിപ്സ് ആൻഡ് ടൂൾസ് ഉണ്ടോ? അതോ തീർച്ചയായിട്ടും 1 മണിക്കൂർ ഇപ്പൊ നമ്മള് ഏകദേശം 1 മണിക്കൂറായി. ഈ 1 മണിക്കൂർ നമ്മൾ എന്താന്ന് പറയുകയാണ് ചെയ്തത്. നേരെ മറിച്ച് ഒരാളെ പ്രോബ്ലം പരിഹരിക്കലാണെങ്കിൽ പ്രോബ്ലം അല്ല ചോദിക്കുക, വാട്ട് ഡു യു വാണ്ട് സ്പെസിഫിക്കലി എന്നാണ് ചോദിക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നാണ്. ആ വേണ്ട കാര്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാക്കി വെക്കുകയാണ്. അയാൾക്ക് നേടിക്കഴിഞ്ഞ പോലെ ആക്കിയിട്ട് അതിനുള്ള സ്ട്രാറ്റജീസ് അദ്ദേഹം തന്നെ ഉണ്ടാക്കും, അതിനുള്ള റിസോഴ്സസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അങ്ങനെ ചെയ്യാന്നും പറഞ്ഞ് പോവുകയാണ്. പിന്നെ ചെയ്യുക തന്നെ ചെയ്യും. മറിച്ച് അല്ലെങ്കിലോ നമ്മൾ വിവരങ്ങളെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അതാണ് പലപ്പോഴും കൗൺസിലിങ്ങിലോ അതുപോലെ കൺസൾട്ടേഷനോ നടക്കുന്നത്. അതല്ല, നമുക്ക് മോഡലിംഗ് ചെയ്യാം. എക്സലന്റ് ആയ ആളുകൾ മോഡലിംഗ് ചെയ്യാം. പരാജയത്തിനെ പറ്റി അതിനെപ്പറ്റി ഇങ്ങനെ വിശകലനം ചെയ്ത സമയം കളയുക. ആ രീതി വർക്കബിൾ അല്ല, മാറ്റുക. അല്ലെ? അതിൽ നിന്ന് കുറെ അനുഭവം കിട്ടിയിട്ടുണ്ടല്ലോ. അത് അടുത്തേക്ക് വരുമ്പോ തന്നെ അതിൽ ചില കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്തോളൂ. എവിടേക്കാണോ നമ്മുടെ ഡെസ്റ്റിനേഷൻ അവിടേക്ക് പോകാന്നുള്ളതാണ്. അതിന് വേണ്ട കാര്യങ്ങളാണ് അറിയേണ്ടത്. അതിന് എന്തൊക്കെ കയ്യിലുണ്ടാവണം, ശരീരത്തിൽ എന്തൊക്കെ വേണം, മനസ്സിൽ എന്തൊക്കെ വേണം, അങ്ങോട്ട് പോവാം. അതിനുള്ള എക്യുപ്ഡ് ആക്കിയിട്ട് അത് ശരിക്കും നേടിക്കഴിഞ്ഞ ആളായിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഇപ്പൊ മോഡേൺ സൈക്കോളജിയിൽ എല്ലാം നേടിക്കഴിഞ്ഞതായിട്ട് അനുഭവിപ്പിച്ച് അതിന്റെ സന്തോഷം അനുഭവിച്ചതിന് ശേഷമാണ്, അതിന്റെ എല്ലാ ഫീലിങ്സും കിട്ടിയതിന് ശേഷമാണ് അതിനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഓക്കെ, സോ എനി മോർ ക്വസ്റ്റ്യൻസ്? ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഓൾറെഡി 7 കാലായി. കിട്ടിയ 2 പോയിന്റ് എന്ന് പറയുന്നത്, എ മാൻ ഈസ് എ ഗോൾ അച്ചീവിംഗ് എനിമൽ. അതുപോലെ തന്നെ ആരുമായും എന്തുമായും ചേർന്ന് പോകുന്ന മനോഭാവം ഉണ്ടാവണം. നീ ചോദിക്കുമ്പോ കൃത്യമായിട്ട് മനസ്സിലാക്കി, ആ ചെക്ക് മനസ്സിലായില്ല, ഞാൻ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണ്. ചോദ്യം ആവർത്തിക്കാം, കേട്ടില്ല. ചോദ്യം അല്ലായിരുന്നു വേറെ. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ആലോചിക്കുന്നത് എന്താ അറിയോ? ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് നമ്മള് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആളുകളാണ്. കുറെ കാര്യങ്ങളെ, ഐഡിയകളെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആളുകൾ. അതൊന്നും എനിക്ക് മനസ്സിലായത് ശിവസാറുടെ ഈ ഒരു സെഷനിൽ എനിക്ക് മനസ്സിലായത്, എക്സിക്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുക, അത് എത്ര ചെറുതായിക്കോട്ടെ അത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ശിവസാർ തന്നൊരു വലിയ അഡ്വൈസ് ആയിട്ട് എനിക്ക് തോന്നിയത്. എനിക്കറിയില്ല മറ്റുള്ളവരുടെ ഫീഡ്ബാക്സ് എന്താണെന്നുള്ളത്, പക്ഷെ ഡെഫിനറ്റ്ലി എനിക്ക് അറിയാം ഇവിടെ ഇരിക്കുന്ന 40 പേര്, ഏകദേശം 40 പേര്, 42 പേരോളം ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെല്ലാവരുടെയും ബേസിക് പ്രശ്നം എന്ന് പറയുന്നത്, ചിന്തിക്കുന്നത് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെ വർക്കൗട്ട് ചെയ്യാനോ എക്സിക്യൂട്ട് ചെയ്യാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. മാർക്കറ്റ്, കസ്റ്റമർ, അതേപോലെ തന്നെ ടൂൾസ്, അതേപോലെ തന്നെ എക്സ്പീരിയൻസ്, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി ഈ ഒരു ഇതിന് കാരണം, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാതെ ഇരിക്കാൻ കാരണം എന്ന് പറയുന്നത്,
നമ്മൾ തന്നെയാണ്, നമ്മുടെ വിശ്വാസമാണ്, ബിലീഫാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ അതിലൊരു ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ വളർന്നു വന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചുറ്റും പേടിപ്പിക്കുന്ന വ്യക്തികളുള്ളവരായിരുന്നു. ചുറ്റും പേടിപ്പിക്കുന്നത് എന്റെ അമ്മ മുതൽ, അല്ലെങ്കിൽ എന്റെ ചുറ്റും ഉള്ള ആളുകൾ മുഴുവൻ എന്നെ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്താൽ അങ്ങനെ വരും ഇങ്ങനെ വരും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു. ഇന്നും ഒരുപക്ഷെ ഒരു 33, 32, 33 വയസ്സ് വരെ, ഒരു നാല് വർഷം വരെ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രശ്നം എൻ്റെ ഉള്ളിൽ വളരെയധികം ഉണ്ടായിരുന്നു. ശരിക്കും പേടി എന്ന് പറയുന്ന കാര്യം, ആളോട് സംസാരിക്കാൻ, പലരോടും ഡിസ്കസ് ചെയ്യാൻ, ഒരു സ്റ്റേജിൽ കയറാൻ മാത്രമേ എനിക്ക് അത്ര പേടി ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം എന്ത് സംസാരിക്കും എന്നുള്ളത്, അങ്ങനെ പല കാര്യങ്ങളും. സോ ഈ ഭയം എന്ന് പറയുന്നതാണ് ബേസിക്കലി നമ്മുടെ ഒരു ചെറുപ്പകാലം നമ്മളെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ശ്രമിക്കുന്നത് എന്റെ മക്കളിലേക്ക് അല്ലെങ്കിൽ എന്റെ ചുറ്റുപാടിലേക്കും ഭയം നിറയ്ക്കാതെ അതിൽ നിന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, ഈ ബിഹേവിയർ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന സാറ് പറഞ്ഞ പോലെ സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാൻ മാത്രം പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കി ഭയവും മറ്റുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യപ്പെടണം. ഓരോരുത്തരും ഉദാഹരണം പറയേണ്ടത്, തീയില് കൈ കൊണ്ടു കഴിഞ്ഞാലേ തീന് ചൂടുള്ളൂ എന്ന് അറിയാൻ പാടുള്ളൂ. അല്ലാതെ തീരെ ചൂടുണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തി ആ ചൂടെന്താന്ന് അനുഭവിപ്പിക്കാതിരിക്കുന്നതല്ല ശരിക്കുള്ള ആക്ഷൻ എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. സോ താങ്ക് യു ശിവ സാർ. ഒരു വരവും കൂടി വരേണ്ടി വരും ഉറപ്പായിട്ടും. ഞങ്ങൾക്ക് ഇന്ന് ഇൻഫർമേഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം. നമ്മളൊരു ക്ലാസ് എടുക്കുക, സാറ് 2 ദിവസം എടുക്കുന്ന ക്ലാസ്സിന്റെ ആദ്യത്തെ 1 മണിക്കൂർ സംസാരിക്കുന്നത് എന്തിനാണെന്നുള്ളത് മാത്രമേ സംസാരിച്ചിട്ടുള്ളത് എനിക്കറിയാം. സോ ഒരു വരവ് കൂടി, ഒന്നല്ല ഒരുപാട് വരവ് വരേണ്ടി വരും. കുറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഇരിക്കുന്നവരെല്ലാം എക്സിക്യൂഷനെ കുറിച്ചിട്ട് എന്താ പറയുക, ആങ്സൈറ്റി ഉള്ള, അല്ലെങ്കിൽ അത് എക്സിക്യൂഷൻ എങ്ങനെ ചെയ്യുമെന്ന് അറിയാത്തവരാണ്, അല്ലെങ്കിൽ എക്സിക്യൂഷനെ കുറിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നവരാണ്, പേടിച്ചിരിക്കുന്നവരാണ്. സോ സാറുടെ സപ്പോർട്ടും ഇതെല്ലാം നമുക്ക് വേണം. എനിക്ക് തോന്നുന്നു താങ്കളുടെ ബാല്യത്തിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അതെ അതെ അതെ. ഇതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. വിശദീകരിക്കുന്നില്ല. ഇന്ന് നിർഭയനൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ ആരെയും ഭയക്കുന്നില്ല. ഒരു 6 സെൻസോ 10 സെൻസോ ഉള്ള ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ ഒട്ടും ഭയലയാളായി. ഞാൻ നേരിട്ട് ചെല്ലും ഇപ്പൊ ആരുമായിട്ട് ലോകത്ത് അങ്ങനെ ഒരു അമാനുഷികന പറഞ്ഞു വന്നത്. ഇതേപോലത്തെ ഒരു മെന്റാലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ആർക്കും പറ്റുന്ന കാര്യമാണ്. ഇത് കച്ചവടം വരുമോ, കസ്റ്റമർ വരുമോ, പൈസ കിട്ടുമോ എന്നുള്ള ടെൻഷനാണ്. ഇത് ഉണ്ടാക്കിയെടുത്താൽ പിന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈസിയാണ്. ശരിയാണ്. ഇവിടെ ഇരിക്കുന്നവരുടെ 99.9 പെർസെന്റേജ് ആളുകളുടെയും പ്രശ്നം ഒന്ന് തന്നെയാണ്. അത് ചെയ്താൽ റിസൾട്ട് കിട്ടുമോ എന്നുള്ള ഭയം, ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഭയം, അതുപോലെ തന്നെ അത് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള ഭയം, കസ്റ്റമറോട് കാശ് ചോദിക്കുന്നത് ശരിയാണോ എന്നുള്ള ഭയം. എന്നാൽ അൾട്ടിമേറ്റ്ലി നമുക്കൊക്കെ പൈസ വേണമെന്നുള്ള ചിന്ത തന്നെയാണ്. നമുക്ക് മാറ്റിയെടുക്കണം. അതിനുള്ള ഒരു സെഷൻ നമുക്ക് എന്തായാലും പ്ലാൻ ചെയ്യാം ശിവ സാറേ. Definitely. Thank you for your presence over here, your presentation. So നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. നാളെ നമ്മൾ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഇന്ന് സാറ് സംസാരിച്ച കാര്യം കൂടി മിക്സ് ചെയ്തിട്ട് സംസാരിക്കാനുള്ള അവസരം നാളെ ഉണ്ട്. നാളെ സാറ്റർഡേ രാവിലെ 6 മണിക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഗ്രൂപ്പിൽ രേഖപ്പെടുത്തണം. ഉറങ്ങിക്കിടക്കുന്ന, ഞാൻ വീണ്ടും പറയുന്നു, ഉറങ്ങിക്കിടക്കുന്ന ഒരു 80ഓളം ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോഴും ഉണ്ട്. അവരെന്താണ് ഇവിടെ നടക്കുന്നത് അറിയാൻ വേണ്ടി വന്നതാ. ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് അവരെ കാണിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. നമ്മൾ ഉണർന്നാൽ പോരാ, മറ്റുള്ളവരെ ഉണർത്തണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനും രാവിലെ ഉണർന്ന് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളെ ഉണർത്തണം, ഇതുപോലുള്ള ആളുകൾ. താങ്ക് യു ഗൈസ്. താങ്ക് യു വെരി മച്ച്. നാളെ കാണാം. താങ്ക് യു വെരി മച്ച്. എല്ലാവരോടും സന്തോഷം. Thank you, sir. Thank you, sir. Thank you all. Thank you. Okay. Thank you, sir. Thank you, sir.